Patron. Dear respected chairman, coordinators, and all members of IAGC, welcome you all to this IAGC GCC monthly seminar series. I would like to welcome also the students of, I think Nazia ma'am is also there. I welcome all of you. Today's our speaker is Mr. Ibrahim Subhan with a wonderful topic of higher self versus lower self. Mr. Ibrahim Subhan is a senior accountant at International Energy Forum Riyadh by profession. Also, he is a representative of Loga Kerala Sabha, an educational and social activist, a motivational speaker, and a transformational coach. On behalf of IAGC GCC, I would like to welcome you, sir, for your presentations. Welcome, sir. You can start. I also request all the members to switch on the video and please mute your mic. Yes, you can start. Yes. Is it audible? Yes, sir. Yes. Thank you. നമുക്ക് തുടങ്ങല്ലേ? എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ സെൽഫ് വേഴ്സസ് ലോവർ സെൽഫ്. എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഇതെന്താണ് എന്നുള്ളത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ IAGC-യുടെ ഡോക്ടർ VBM റിയാസ് അതിന്റെ ചെയർമാനാണ്. അതേപോലെ തന്നെ പ്രൊഫസർ ഡോക്ടർ ഹംസ ഇന്ന് നമ്മൾ സ്വാഗതം ചെയ്ത, അതേപോലെ തന്നെ നാസിയ മാം ഇതിലേക്ക് വഴി എനിക്ക് എത്തിച്ച ഹസീന മാം തുടങ്ങിയ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരോടും ഹൃദയം തൊട്ട് ആദ്യം തന്നെ സ്നേഹം നേരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, നമ്മൾക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിന്നർ ഉണ്ട്. ദർ ഇസ് എ വിന്നർ. അതോടൊപ്പം തന്നെ ദർ ഇസ് എ ലൂസർ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഹീറോ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു വില്ലനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഏഞ്ചൽ ഉണ്ട്, ഒരു മാലാഖ. അതോടൊപ്പം തന്നെ ഒരു ഡെവിൾ, ഒരു ചാത്തൻ, ഷെയ്ത്താൻ, എന്താ നിങ്ങൾ പറയുന്നത്, അതും നമ്മുടെ കൂടെയുണ്ട്. At the same time, we are in both. നമ്മുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പ്രകൃതി തന്നെ, അല്ലെങ്കിൽ സൃഷ്ടാവ് തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. എന്താണെന്നറിയാതെ, നമ്മുടെ എല്ലാ കഴിവുകളും തന്നാണ് മനുഷ്യനെ ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അവന് ആ കഴിവുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് സൃഷ്ടാവിനെ തന്നെ എതിരെ തിരിഞ്ഞാലോ എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോഴാണ് നമുക്കുള്ളിൽ ഒരു ചെകുത്താനെയും, അല്ലെങ്കിൽ ഒരു ഡെവിളോ, അല്ലെങ്കിൽ ഒരു വില്ലനെ കൂടെ വെച്ചത്. എപ്പോഴൊക്കെ നമ്മൾ ഹീറോ ആകാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ വില്ലൻ തല പൊക്കാൻ തുടങ്ങും. എപ്പോഴൊക്കെ നമ്മളൊരു ഏഞ്ചൽ ആകാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ ഒരു ചെകുത്താൻ കൂടെ വരും. യെസ്, നിങ്ങൾ തന്നെയാണ് ഹീറോവും, നിങ്ങൾ തന്നെയാണ് വില്ലൻ. ഈ രണ്ട് പാർട്ടും ചെയ്യുന്ന ലൈഫ് സൃഷ്ടിക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ രണ്ട് പാർട്സുകളുടെയും കോമ്പിനേഷൻ ആണ്. അതായത് ഹീറോ അല്ലെങ്കിൽ വില്ലൻ, അതല്ലെങ്കിൽ ഏഞ്ചൽ ഓർ ഡീവൽ, ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മുടെ ലൈഫ്. ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇവിടെ
നമുക്ക് തോന്നും, നമ്മുടെ ഇടയിൽ ചിലപ്പോൾ തോന്നും നമ്മുടെ ലൈഫല്ലേ, അതിന്റെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. നോ, നമുക്ക് അത്തരം കൺട്രോൾ ചെയ്യും. ബിക്കോസ് ഹ്യൂമൻ ബീങ്, നമ്മുടെ ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ ഈ ലൈഫിനകത്ത്, ലൈഫ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹയർ സെൽഫ് ആൻഡ് ലോവർ സെൽഫ്. ഈ നേരത്തെ പറഞ്ഞ വിന്നർ, ഹീറോ, ഏഞ്ചൽ, ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ഹയർ സെൽഫ്. അതോടൊപ്പം തന്നെ മറ്റ് സൈഡിൽ കാണുന്ന ലൂസർ, അതല്ലെങ്കിൽ വില്ലൻ, അല്ലെങ്കിൽ ഈ ഡെവിൾ എന്ന് പറയുന്നതാണ് ലോവർ സെൽഫ്. ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ. ഇതിനെ, ഈ ലോവർ സെൽഫിനെ മറികടന്നുകൊണ്ട് ആരൊക്കെ ഹയർ സെൽഫിലേക്ക് പോകുന്നു, അവനാണ് സക്സസ് ആവുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അതായത് നമ്മൾ ലോവർ സെൽഫ് അല്ലെങ്കിൽ ഹയർ സെൽഫ് വേഴ്സസ് ലോവർ സെൽഫ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കിടയിൽ, നമ്മുടെ ഉള്ളിനകത്ത് തന്നെ ഈ രണ്ട് ഭാഗമുണ്ട്. അതായത് വിന്നർ, ഹീറോ, ഏഞ്ചൽ. അതോടൊപ്പം തന്നെ ലൂസർ, ഒരു വില്ലനും ഒരു ഡേവിളും നമ്മളെ കൂടെ തന്നെയുണ്ട്. ഇവിടെ ഈ കോമ്പിനേഷൻ ഓഫ് ഇതിൽ വരുന്നതിൽ ആരാണോ ഹയർ സെൽഫിനെ മറികടക്കുന്നത്, അവനാണ് ലൈഫിൽ വിജയിച്ചു വരുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ആ തീരുമാനങ്ങൾക്ക് പിന്നിലുള്ള ചാലക ശക്തി എന്ന് പറയുന്നത് ഇതാണ്. ഉദാഹരണത്തിന്, ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ IIGSന്റെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെഷനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും അവര് വളരെ, ഈ IIGC എന്ന് പറയുന്നത് നമുക്കറിയാം മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായ, ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടി കൗൺസിലിംഗ് രൂപത്തിൽ, അതേപോലെ തന്നെ മറ്റെന്തെല്ലാ രീതിയിൽ നമുക്ക് അവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു IIGC എന്നുള്ള ഈ ഒരു സംഘടന, ഇതിലൊരു സെമിനാറോ അതല്ലെങ്കിൽ ഒരു വെബിനാറോ ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, അവർ നടത്തുന്നുണ്ട്, നമുക്കതിനകത്ത് പങ്കെടുക്കാം. ചിലപ്പോൾ നമുക്ക് തോന്നും, അതിപ്പോ നമ്മൾ എത്ര കേൾക്കട്ടെ, ഇഷ്ടംപോലെ ട്രെയിനേഴ്സിന്റെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്, ഈ ബന്ധാതിനകത്ത് കേൾക്കാനുള്ളതെന്ന് നമുക്ക് തോന്നും. ഇവിടെ ഏതെങ്കിലും ഒരു അറിവ് നമ്മളിലേക്ക് അത് പങ്കെടുത്ത് അത് കേൾക്കണമെന്ന് ചിന്തിക്കുന്നതാണ് ഹയർ സെൽഫ്. അതോടൊപ്പം തന്നെ അതെന്താണോ, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാതെ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കെല്ലാം അറിയും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സംവിധാനമാണ് ലോവർ സെൽഫ് എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ മാറുന്നതനുസരിച്ചാണ് എല്ലാ മനുഷ്യരും ഇങ്ങനെ ഭൂലോകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇപ്പൊ ഡോക്ടർ റിയാസിന്റെ ഒരു ഇതല്ല നാസിയ മാമിനുള്ളത്, അതേപോലെ തന്നെ ഇബ്രാഹിം സുബ്ഹാന്റെ ഒരു ഇതല്ല മറ്റൊരാൾക്കുള്ളത്. ആ ഓരോരുത്തർക്കുമുള്ള റേഷ്യോ ആണ് അവരുടെ സക്സസ് ആൾക്കുന്നത്. ആ തീരുമാനം എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തീരുമാനങ്ങൾ, അത് ലോവർ സെൽഫിന്റെ അടിമയാണോ, പരാജയത്തിലേക്ക് പോകും. നമുക്കറിയാം, നമ്മളെ ലൈഫിനകത്ത് ഫാമിലി, ഫിനാൻസ്, ബിസിനസ്, പ്രൊഫഷണൽ, ഓരോ മേഖലയിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുണ്ടാവും. അതുകൊണ്ടാണ് ചില ആളുകൾ ബിസിനസ് രംഗത്ത് ഭയങ്കര സക്സസ് ആയിരിക്കും, പക്ഷെ അവരുടെ ഫാമിലി ലൈഫ് വളരെ മോശമായിരിക്കും. ചിലർ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ ഹെൽത്ത് വളരെ വീക്കായിരിക്കും, ചിലരുടെ വെൽത്ത് വളരെ ഇതായിരിക്കും. വെൻ ഇറ്റ് ഇസ് കം ദിസ് പാർട്ട്, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അവിടെ വിജയത്തിലേക്ക് എത്തിക്കും. ഇവിടെയുള്ള ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാതെ, ഹൂ ലിസൺ യു? ഹൂ ലിസൺ യു? ഹൂ യു ബിക്കം? ആ പറയുന്ന തീരുമാനിക്കുന്ന അതാണ് നിങ്ങളുടെ ലൈഫ്. നമുക്കറിയാം, ചില ആളുകളൊക്കെ വളരെ സ്റ്റക്ക് ആയിട്ടുണ്ട് അവരുടെ. അതിന് കാരണം ഈ ലോവൽസ്. നമുക്കറിയാം, നമ്മുടെ ഒരു മാനസികാവസ്ഥ ചിലരിൽ നമ്മൾക്ക് കാണാറുണ്ട്, എന്നെ കൊണ്ട്
ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ നിറം കുറവാണ്, അതല്ലെങ്കിൽ എനിക്കത് എടുത്താൽ ശരിയാവില്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കും. നമ്മൾ ലേസി ആവും, ഡിസിപ്ലിൻ ആവൂല, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അപ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ശരിയാണോ? ശരിയാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കൂടി ഇന്ററാക്ട് ചെയ്യണം. ചാറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വേണം. നമ്മൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രഷൻ, ഇതിന്റെ ഹൈ ഇതിലെത്തുമ്പോൾ ആത്മഹത്യക്ക് പോകും. അതല്ലെങ്കിൽ അല്ലാത്തവരെന്ത് ചെയ്യും? അവർ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു തരത്തിലുള്ള ഡിസിപ്ലിനോ അവരെ തന്നെ ശിക്ഷിച്ച് മുന്നോട്ട് പോകും. ഇതാണ് നമ്മുടെ ലോവർ സെൽഫ് വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൺട്രോൾ ആക്കിപ്പെടും. ഒരിക്കലും ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടില്ല. ദാറ്റ്സ് വൈ നമുക്ക് ചില ആളുകൾക്കുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു ദേഷ്യത്തിലായിരിക്കും, അൺഹാപ്പി ആയിരിക്കും. ആ സമയത്താണ് നമ്മുടെ ലോവർ സെൽഫ് കൺട്രോളിലാവുന്നത്. ആ ലോവർ സെൽഫ് നമ്മൾ എപ്പോഴും ഡീമോട്ടിവേറ്റഡ് ആക്കും, നമുക്കൊരു തരം ക്ഷീണം തോന്നും. ദാറ്റ് ഈസ് ദ ലോവർ സെൽഫ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ CC എന്ന് ടൈപ്പ് ചെയ്യുക, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ വരട്ടെ, എല്ലാവരും ടൈപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ ആദ്യം എല്ലാവരും വീഡിയോ ഓൺ ആക്കണം. രണ്ടാമത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ വിരൽ തുമ്പുകൾ അവിടെ ഉണ്ടാവണം. യെസ് ഓൺ. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഹയർ സെൽഫും ലോവർ സെൽഫും എന്താണ് എന്ന് മനസ്സിലാക്കി, ഇന്നാലേ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാൻ കഴിയുള്ളൂ. ലൈഫിനകത്ത് എന്താണോ നമ്മുടെ തീരുമാനങ്ങൾ, അതാണ് നമ്മളെ ലൈഫിൽ നമ്മൾ സൃഷ്ടിക്കുന്നത്. അതിനകത്ത് ഹയർ സെൽഫ് ഉണ്ട്, ലോവർ സെൽഫ് ഉണ്ട്. ഹയർ സെൽഫ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ലോവർ സെൽഫ് എന്തൊക്കെയാണ്, അതിന്റെ റീസണും അല്ലെങ്കിൽ അതുണ്ടാകുന്ന രീതികളും ആ സക്സസിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ഒന്നും കൂടി എനിക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഹയർ സെൽഫും ലോവർ സെൽഫും ഒന്നുകൂടി പറയാം. അപ്പൊ അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കട്ടെ. സ്റ്റഡി ആയിട്ടിരിക്കുക എല്ലാവരും. ജസ്റ്റ് ചെറിയൊരു യാത്ര നമുക്ക് പോകാം. റെഡിയാണോ? റെഡിയാണെങ്കിൽ ടൈപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് കൈ അടിച്ചിട്ട് ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ചെറിയൊരു യാത്ര, 1 മിനിറ്റ് മാത്രം. നമുക്ക് ഹയർ സെൽഫിനെയും ലോവർ സെൽഫിനെയും നമുക്ക് ഒന്നും കൂടി കാണാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, എല്ലാവരും ഒന്ന് സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ണടച്ചിട്ട് ഒന്നുകൂടി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വൺ മോർ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമുക്ക് ചെറിയൊരു യാത്ര പോവാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് നേരെ നമ്മൾ എല്ലാവരും ഒന്ന് നടന്നു പോവാണ്. ഒരു ഇരുട്ട് റൂമിലേക്ക്, ഒരു വാതിൽ തുറന്നപ്പോൾ ഒരു ഇരുട്ട് റൂമാണ്. ആ ഇരുട്ട് റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ച് വാതിലടച്ചു എല്ലാവരും. ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ആ ഇരുട്ടറയിൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഇരുട്ട് മാത്രം. ആ ഇരുട്ടിൽ വീണ്ടും നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ആ റൂമിന്റെ ആ വലിയ ഹോളിനകത്ത് അങ്ങേ അറ്റത്ത് ഒരു ചെറിയ പ്രകാശം നമുക്ക് തെളിഞ്ഞു വരുന്നു. ആ ഇരുട്ട് മുറിയിലെ പ്രകാശത്തിന്റെ കണികയാണ് നമുക്ക് ആശ്വാസം തരുന്നത്. അപ്പൊ ഇവിടെ ആ ഇരുട്ട് ലോവർ സെൽഫും ആ പ്രകാശം ഹയർ സെൽഫും. ഇനി എല്ലാവരും ഒന്ന് കണ്ണുറക്കണം. നമ്മളെപ്പോഴും രാവിലെ തന്നെ എണീക്കുമ്പോൾ എല്ലാവർക്കും എന്തായിരിക്കും? നെഗറ്റീവിലാണ് ഒരു മനുഷ്യൻ തുടങ്ങുന്നത്, ന്യൂട്രൽ അല്ല. ഒരു മനുഷ്യന്റെ ലൈഫ് തുടങ്ങുന്ന രാവിലെ എണീക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ്, മനുഷ്യന്റെ പൊതുവെയുള്ള നാച്ചുറൽ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവാണ്. പക്ഷെ അത് നമ്മൾ ന്യൂട്രലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നല്ല നമ്മൾ ബുക്കുകൾ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഇൻസ്പയർ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, അപ്പോഴാണ് നമ്മൾ ഏഞ്ചൽ ഉണർത്തുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ന്യൂട്രൽ കഴിഞ്ഞ് പോസിറ്റീവിലേക്ക് വരുന്നത്. നിങ്ങൾ ആര് വേണമെങ്കിലും ലോകം കീഴടക്കിയിട്ടുള്ള എത്ര ഗ്രേറ്റ് വാരിയേഴ്സ് നിങ്ങൾ നോക്കിക്കോളൂ, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു ലോവർ സെൽഫിന്റെ അടിമപ്പെടാതെ ഒരുത്തനും പോയിട്ടില്ല. അത്രക്കും
ഇവന്റെ ശല്യം അതികഠോരമാണ്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള അല്ല ഇവരുടെ ഈ ലോവർ സെൽഫിന്റെ പ്രവർത്തനം. എന്തൊക്കെ എപ്പോഴും നമ്മളെ ലോവർ സെൽഫിന്റെ അടിമയാകും. നമ്മൾക്ക് തന്നെ ചിലപ്പോൾ തോന്നാറില്ല. ചില ആളുകളെ കാണുമ്പോൾ ചില ആളുകളൊക്കെ ചില പ്രശ്നത്തിലേക്ക് ചെന്ന് ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വലിയ വലിയ ആളുകളൊക്കെ വലിയ രീതിയിൽ അപ്പൊ നമുക്ക് തന്നെ തോന്നും, എങ്ങനെ ഇപ്പൊ ഇയാൾ ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ ഇയാൾ ഇതിൽ പോയി ചാടിയത്, എങ്ങനെ ഇതിൽ പോയി ഇത്തരം പ്രശ്നങ്ങളിലത് പെട്ടത്? കാരണം ഈ ലോവർ സെൽഫ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. ഞാൻ ഈ ലോവർ സെൽഫിനെ കുറിച്ച് കൂടുതൽ പറയാൻ, നമ്മുടെ പവർഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു മനുഷ്യന്റെ ഈ ലൈഫിലുള്ളത് കൂടുതൽ ലോവർ സെൽഫാണ്. പിന്നെ ഇവന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ലോവർ സെൽഫിനെ ഇത്ര ഡെപ്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇവൻ ഇൻവിസിബിൾ ആണ്. ഒരു തരത്തിലും ഇവനെ ഈ ശത്രുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡിഡ്ന്റ് സീ ദിസ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് നമ്മൾ കുറെ കാശുള്ള ആളാൽ, കുറെ പൈസ ഉണ്ടെങ്കിൽ അവനൊക്കെ വിന്നറ എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. കാശുള്ളവർക്ക് മാത്രമല്ല ഇതിന്റെ ഈ ലോഡ്സ്. ഇതല്ലാതെ, അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചില ആളുകൾ നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കുറെ ആൾക്കാർ കുറ്റം പറഞ്ഞു പോകും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഭാസങ്ങൾ കാണും. ഇതൊക്കെ ഈ ലോവർ സെൽഫിന്റെ ലോവർ സെൽഫ് ആണ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെയാണെന്ന്, അതായത് ഏറ്റവും കൂടുതൽ കഴിവ് കൂടുതലുള്ള, അത് നമ്മുടെയൊക്കെ കഴിവ് 1-2 മണിക്കൂർ നമുക്ക് പ്രൊഡക്ടിവിറ്റി ആക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം. ബാക്കി 22 മണിക്കൂറും നമ്മൾ ഇവന്റെ അടിമയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയവും നമ്മളിൽ ഉള്ളത് ലോവർ സെൽഫാണ്. ക്ലിയർ ആണോ? ഇനി നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. ഇവന് പിടികൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇവന് ഏറ്റവും കൂടുതൽ നമ്മളെ പിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഇമോഷനിലൂടെയാണ്. എങ്ങനെയാണ് ഇവൻ പിടിക്കുന്നത്? നമ്മളെ എങ്ങനെയാണ് പിടിക്കുന്നത്? നമ്മുടെ ഇമോഷൻ നോക്കിയിട്ടാണ് ഇവൻ നമ്മളെ പിടികൂടുന്നത്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ, എന്തെങ്കിലും ഒരു തീരുമാനം പോട്ടെ, നമ്മളോടൊരാള് കടം ചോദിക്കാന്ന് വിചാരിച്ചു, എക്സാമ്പിൾ, ഇത്രയും പെട്ടെന്ന്. അപ്പൊ നമ്മൾ ചിലപ്പോ നോ എന്ന് പറയാൻ നമുക്കറിയാം നമ്മൾ പെട്ടുപോകുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മുടെ ഇമോഷൻ, നമ്മുടെ സങ്കടം, അതല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, ഇതൊക്കെ നമ്മൾ അവിടെ നോ പറയാൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പൊ നമ്മുടെ ഇമോഷൻ അവിടെ വർക്ക് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? ഹലോ, ക്ലിയർ ആവുണ്ടെങ്കിൽ സി അല്ലെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക പ്ലീസ്. ക്ലിയർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, അതല്ലെങ്കിൽ നമ്മളെ പിന്നെ നമ്മുടെ വീക്ക്നെസ്, നമ്മൾ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ഇവന്റെ എന്താ പറയുക, നമ്മുടെ വീക്ക്നെസ് ഒക്കെ നമ്മുടെ വീക്ക്നെസ് ആണ് ശരിക്ക് ലോവർ സെൽഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അവന് കൃത്യമായിട്ട് അറിയാം എവിടെ പിടിക്കണം എന്നുള്ള ഒരു കൃത്യത അവനുണ്ടാവും. നമ്മുടെ കൂടെ തന്നെ, അതായത് നിങ്ങൾക്ക് അവരോട് നോ പറയാൻ, നേരത്തെ പറഞ്ഞ പോലെ നോ പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പക്ഷെ ആ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മളത് ചെയ്താൽ ശരിയാവോ, അതല്ലെങ്കിൽ നമുക്കത് തെറ്റിപ്പോവോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര വരുമ്പോൾ അത് ശരിയാവും എന്നുള്ള ചിന്ത നമ്മൾ അതിന് പിന്തിരിപ്പിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലെ ആ മൃഗത്തെ അവൻ ഉണർത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഇത്രയും ഡീപ്പിൽ വളരെ ആഴത്തിലുള്ള ഇത്തരത്തെ ഈ ഉപദ്രവകാരിയെ നമുക്ക് മാറ്റാൻ കഴിയണം. ക്ലിയർ ആണോ? അതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഏറ്റവും പ്രധാനം. ഇത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നിയാലും ശരി, ഇതിനെ മറികടന്നാൽ, ലോവർ സെൽഫിനെ മറികടന്ന് നമ്മൾ അതിനെ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ സക്സസിലേക്ക് നമ്മുടെ ലൈഫിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ ബിസിനസ് ആവട്ടെ, നമ്മുടെ ഹെൽത്ത് ആവട്ടെ, വെൽത്ത് ആവട്ടെ, ഒക്കെ നമുക്ക് ഹൈലി സക്സസ്ഫുൾ ആവാൻ. ഇതാര് വിജയിക്കുന്നുവോ അവനാണ് ഇന്നത്തെ
വിജയിയായി മാറും. നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ കൊച്ചു കുട്ടികളെയൊക്കെ കൊല്ലുന്ന കാണാം, അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്ന കാണാം. അതല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനെ കൊല്ലുന്നു, കുഴിച്ചു മൂടുന്നു. അപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് തോന്നാറുണ്ട്, എങ്ങനെ ഇത് സാധിക്കുന്നു? സത്യത്തില് ഇത് അവരല്ല ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മളോടൊരു ഉപദ്രവം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്ക് അവരല്ല ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള ഈ ലോവർ സെൽഫാണ് അതിന് കാരണം. അതാണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്, ഇത്രയും വലിയ പാപമായ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഉപദ്രവിച്ചവർക്ക് നമ്മൾ പണി കൊടുക്കുന്നത് ദേഷ്യപ്പെടുന്നതിന് പകരം അവരുടെ ഉള്ളിലെ മൃഗമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസിലുള്ള ഇതിന്റെ ഏറ്റവും ലോവർ സെൽഫിനെ അടിക്കാനുള്ള ഏറ്റവും, അതായത് ഇവൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അടി, ലോവർ സെൽഫ് ഉപയോഗിക്കുന്നത് മെമ്മറീസ് ആണ്. നമ്മുടെ ഓർമ്മകൾ. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മകൾ നമ്മൾ ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത്. നമുക്കിടയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെടുത്തിട്ട് അതിന്റെ ഇൻസിഡൻസിനെ നമ്മളെ തലയിൽ കൊണ്ടുവച്ചിട്ട് അത് ചീഞ്ഞളിഞ്ഞ് നമ്മുടെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുത്തും. ആ മെമ്മറീസിന് പകരം, ഇതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതിൽ നിന്നുള്ള ഇൻസൈറ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതാണ്. ആ മെമ്മറീസിന് എന്ത് മാറ്റം, റീപ്ലേസ് ചെയ്യണം, ഒരു ലേണിംഗ് ആക്കി മാറ്റണം. അതാണ് നമ്മൾ ബ്രെയിനിൽ സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആണോ? ഒരിക്കലും നമ്മുടെ ഒരിക്കലും നമ്മുടെ മെമ്മറീസിനെ ഒരു ഹിഡൻ ആയിട്ട് വെച്ചു. ഇതാണ് നമ്മളുടെ ഒരു മൃഗമായിട്ട് അവൻ പുറത്തു വരുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഇമോഷനാണ് ഇവൻ കളിക്കുന്നത്. ഇവന്റെ അടിക്കാനുള്ളവന്റെ വടി ഇമോഷനാണ്. അത് പലപ്പോഴും മെമ്മറി ആയിട്ടും നമ്മൾ ഏതെങ്കിലും വീക്ക്നെസ് ആയിട്ടും, നമ്മൾ എന്തൊക്കെ നമുക്ക് വീക്ക്നെസ് ഉള്ളത്, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം, സങ്കടം, ഒരു പക്ഷെ ചിലപ്പോൾ ഇവൻ കളിക്കുന്നത് നമ്മൾ ഒരു സെക്ഷൽ ആയിട്ടോ ഒരു കാമത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ വേഗം ഇവനെ എന്തെങ്കിലും ഒന്ന് ഇവനെ പിടിക്കാൻ ഇവനക്ക് അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് നമ്മൾ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ആർക്കെങ്കിലും, ഉദാഹരണത്തിന് ഇതിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ലോട്ടറി കിട്ടിയത് അല്ലെങ്കിൽ പൈസ കുറെ കിട്ടുന്ന ശേഷം, അപ്പൊ ഈ ലോവർ സെൽഫ് ഉള്ള ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, അസ്വസ്ഥത ആയിരിക്കും. അവനിത് കിട്ടിയല്ലോ. ഒരു നല്ല കാര്യം ഒരാൾക്ക് വരുമ്പോഴും ഈ ലോവർ സെൽഫ് ഇവിടെ വർക്ക് ചെയ്യും. അത് ഇവനിഷ്ടണ്ടാവില്ല. ഒരാൾക്ക് ഒരു നല്ലത് കാണുന്നതോ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ വേണം, ഇത്രയൊക്കെ അവന് ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ആയും, അത് ഈ ലോവർ സെൽഫ് ഇവനെ മുട്ടിക്കൊണ്ടേയിരിക്കും. മറ്റൊന്നാണ് ഞാൻ ലോവർ സെൽഫാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ല 22 മണിക്കൂറിൽ 2 മണിക്കൂർ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ, 22 മണിക്കൂറും ഇവന്റെ കളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻ ഡീറ്റെയിൽസിൽ ഇത് പറയുന്നത്. ഇപ്പൊ നമുക്ക് വേറൊന്നാണ്, നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ആവശ്യമില്ലാതെ ഫുഡ് കഴിക്കുന്നത് ദോഷമാണ്, പഞ്ചസാര ദോഷമാണ്, ഇതൊക്കെ കൊല കഴിക്കാൻ പാടില്ല, മധുരം ഇടാതെ ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മളെ മുമ്പിൽ ഇത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മളത് കുടിക്കും. അപ്പൊ ഇവൻ ഈ ലോവർ സെൽഫിന്റെ ഒരു പ്രത്യേകത, ഇവൻ പറയുന്നതൊക്കെ 100% ലോജിക് ആയിരിക്കും. ഇവനെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. എനിക്കൊക്കെ എപ്പോഴും 2 കാര്യങ്ങളാണ് ഞാൻ ഈ ഫുഡിന്റെ കാര്യത്തിൽ. നല്ല ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ എത്ര കൺട്രോൾഡ് ആയാലും നമുക്കത് ഉള്ള കാലത്ത് നല്ലോണം കഴിക്കാതെ അപ്പോഴല്ലേ എന്തായാലും നമ്മൾ മരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഇതാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിൽ വരും. അതേപോലെ തന്നെ എനിക്കുള്ളതാണ് ഈ ഫോണിന്റെ കാര്യത്തിൽ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും നമുക്ക് ഫോൺ ഇല്ലാതെ, എന്റെ കാര്യം ഞാൻ പറയുന്നത്, അത് ഇവൻ ഈ ലോവർ സെൽഫ് പലപ്പോഴും അറ്റാക്ക് ചെയ്യാറുണ്ട്, നമുക്കറിയാതെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇവന് ലോജിക്കായിട്ട് പറയും, ഫോണിൽ ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ ഇത് നോക്കുക, നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ, ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കാൻ പറയും. അതേപോലെ തന്നെ ഫുഡ് കഴിച്ചാലല്ലേ ഇതാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൻ എന്ത് ചെയ്യും, അലട്ടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലേസിനെസ്, ക്ഷീണം, അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ കഴിയാത്തത്, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ വലിയ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും ക്ലാസ് കേൾക്കാനും പിന്നെ അതേപോലെ തന്നെ ട്രെയിനിങ്ങും വെബിനാറൊക്കെ പങ്കെടുക്കും. പക്ഷെ ഇവന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കര പടിയായിരിക്കും. ഇവൻ ജിമ്മിന് പോകും, പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ക്ഷീണാണെന്ന് പറയും.
ഇതിനൊക്കെ പകരം വേറെ എന്തെങ്കിലും ഇപ്പൊ സിഗരറ്റോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്ന അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അതൊക്കെ ഇവൻ ഇത് അഡിക്ഷൻ ആയിരിക്കും. ടൈം വേസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ ഇവനിൽ ലോവർ സെൽഫ് വളരെ പ്രോപ്പർ ആയിട്ട് അവന് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു തരത്തിലും നമ്മൾ കൈയും കെട്ടി അത് അനുസരിക്കുക എന്നല്ലാതെ ഇതില് ഒരു വ്യത്യാസമില്ലാതെ ഇവനത് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലേസിനെസ് ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, പഠിക്കാൻ തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അപ്പൊ നമുക്ക് ഉറക്കം വരിക. അതേപോലെ തന്നെ ഒരു ഇംപ്ലിമെന്റേഷന് നമുക്ക് അങ്ങനെ അത് നടപ്പാക്കുമ്പോൾ ഒരു മടി. ഇപ്പൊ നമ്മള് ജിമ്മിന് പോണ കാര്യമാകുമ്പോൾ അല്ലെങ്കിൽ പക്ഷെ എന്നാൽ മറ്റേതോ അഡിക്ഷനൊക്കെ വരുമ്പോഴോ അതൊക്കെ നമുക്ക് കഴിയുകയും ചെയ്യും. ഇത്തരം തോന്നൽ, ഡിസ്ട്രാക്ഷൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതായത് ഈ ലോവർ സെൽഫിന്റെ അറ്റാക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് 0-ല് എനിക്ക് പെർസെൻറ്റേജ് അറിയേണ്ടത് 0 to 100-ല് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ്? നിങ്ങളെ തന്നെ എനിക്ക് ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് 0 to 100-ല് എത്ര പെർസെൻറ്റേജ് ആണ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആ ഒരു എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ഇൻ ഹൗ മച്ച് ഹയർ ഇൻ ദിസ് ഒന്ന് ചാറ്റ് ബോക്സിൽ വരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. എത്ര ആയിക്കൂടെ കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നാൽ വരട്ടെ. യെസ്, ഗുഡ്. അപ്പോ ഇവിടെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള കാര്യം, അതായത് നമ്മൾ ഇനി ഈ ഹയർ സെൽഫിനെ നമുക്ക് ഉണർത്താനുള്ളതിനാണ് പലപ്പോഴും നമ്മൾ വ്രതം, ഇപ്പൊ എല്ലാ മതത്തിലും ഉണ്ട് നമ്മളെ നോമ്പ് പോലത്തെ ഇത്. അപ്പൊ ഇതൊക്കെ ഇതിനെ നമുക്ക് ഇവനെ പിടിച്ചു കെട്ടാനുള്ള ഒരു ഇതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവനെ കൺട്രോൾ ചെയ്യാൻ നമുക്കറിയാം. ദൈവത്തിന് പോലും ചിലപ്പോൾ ഇവനെ കൺട്രോൾ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് നമ്മുടെ രക്തത്തിലാണ് ഇവൻ കടന്ന് കളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? യു ആർ നോട്ട് കൺട്രോൾ ഓഫ് ദിസ് സം ടൈം. അപ്പൊ അതുകൊണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനും ഇതിന്റെ ചിന്ത മറികടക്കാനും ഇവനെ ആരൊക്കെ ലോവർ സെൽഫിനെ അടിമപ്പെടാതെ ഹയർ സെൽഫിലേക്ക് കുതിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് വേക്കപ്പ് കോൾ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഹയർ സെൽഫിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് നിങ്ങളെ ഇനി മനസ്സിലാക്കി ഇതിനെ നിങ്ങൾ ഒരു വേക്കപ്പ് കോളായിട്ട് നിങ്ങൾ ഉണർത്തണം. ഇവർ തമ്മിലുള്ള ഒരു മത്സരത്തിൽ, അതായത് ഹയർ സെൽഫും ലോവർ സെൽഫും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ എത്ര തവണ വിജയിക്കുന്നുവോ അവിടെയാണ് നമ്മളുടെ ഹയർ സെൽഫിന്റെ വിജയം. ഇവർ തമ്മിലുള്ള മത്സരമായിരിക്കും എപ്പോഴും. ആ മത്സരത്തിലാണ് നിങ്ങൾ. അല്ലാതെ ഈ ലോവർ സെൽഫിനെ നമ്മൾ ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനോ നമുക്ക് കഴിയില്ല. ഇത് നമ്മളെ കൂടെ ഉണ്ടാവും. ആ കൂടെ ഉള്ളതിനെ നമ്മൾ ആ ഒരു യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം. ക്ലിയർ ആണോ? ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ആ അടിമപ്പെട്ട് നമ്മൾ പരാജയത്തിലേക്ക് പോകാതെ ഞാൻ എന്ന വ്യക്തി എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് എൻ്റെ ഉള്ളിലെ ലോവർ സെൽഫ്, അതിനെങ്ങനെ നമ്മൾ മറികടക്കാൻ കഴിയും, എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്തതുണ്ടോ അതൊക്കെ നമ്മൾ ലോവർ സെൽഫും, എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനെ നമ്മൾ ഇവൻ എന്ത് ചെയ്യും, സ്പീഡായിട്ട് ഇവൻ നമ്മൾ ചിന്തിപ്പിക്കുന്നതുമാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ വിക്ടിംസ് ആണ് ഇതല്ലെങ്കിൽ ഇതിന്റെ നമ്മളൊരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോൺ ഉള്ളത്. ഒരിക്കലും ഇവനെ എപ്പോഴും കംഫർട്ട് സോണിലാണ് ഇവൻ ഒരിക്കലും ഒരു സൊല്യൂഷൻ എപ്പോഴും സൊല്യൂഷൻ ഓറിയന്റഡ് ആവുന്നത് ഹയർ സെൽഫാണ്. ആക്ഷൻ ഓറിയന്റഡ് ആവുന്നത് ഹയർ സെൽഫാണ്. കോച്ചബിൾ ആവുന്നത് ഹയർ സെൽഫാണ്. മറ്റേത് നേരെ തിരിച്ചാണ്. ഇവൻ പണിയെടുക്കുന്ന ഇവന് ഇഷ്ടമല്ല. ഹി ഡസന്റ് ലൈക്ക് ടു ഒബേ. ഒരുത്തനെയും ഇവൻ അനുസരിക്കൂല ഈ ലോവർ സെൽഫ്. എന്നാൽ ഹയർ സെൽഫ് ആണെങ്കിലോ സൊല്യൂഷൻ ഓറിയന്റഡ്, ആക്ഷനാണ്, കോച്ചബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അനുസരിക്കുക, അതായത് ഇവന് വിട്ടുകൊടുക്കാതെ എന്താണോ, അതായത് എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യിപ്പിക്കുന്നത്, എന്താണ് എങ്ങനെ നമ്മളിത് എലിമിനേറ്റ് ചെയ്യാം. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എങ്ങനെ നമ്മളുടെ ഉള്ളിൽ വന്ന എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര തവണ നമ്മൾ കൂട്ടിലടച്ചാലും ആ പ്രശ്നത്തെ കുറിച്ച് അറിയുക, അതല്ലെങ്കിൽ അവന്റെ ഇരുട്ടിന്റെ അത്രയും ഡെപ്തായിട്ട് നമ്മളെ
എങ്ങനെ നമുക്ക് ഈ ഒരു ലോവർ സെൽഫിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആവട്ടെ, ഫിനാൻഷ്യൽ ആവട്ടെ, ബിസിനസ് ആവട്ടെ, വെൽത്ത് ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, അതല്ലെങ്കിൽ ഇതൊക്കെ ഇതിന്റെ ഒക്കെ പല രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫാമിലി ലൈഫിലുള്ള ഒരു സക്സസ് അല്ല മറ്റു പലരും, എന്റെ ബിസിനസ്സിലുള്ള സക്സസ് അല്ല മറ്റു. അപ്പൊ എനിക്ക് ചിലപ്പോൾ ബിസിനസ്സിലും ഫാമിലിയിലും ഇതാകുമ്പോൾ എന്റെ ഫിനാൻഷ്യൽ മോശമായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഹെൽത്ത് മോശമായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഡിഫറൻസ് സിറ്റുവേഷൻസിനെ, അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓരോ ആളുകളിലും പല മേഖലയിലാണ് നമ്മൾ കടന്നത്. ഓരോരുത്തർക്കും വലിയ വലിയ വ്യത്യാസമാണുള്ളത്. അപ്പോ ഈ ഏറ്റവും മികച്ച രീതി, അതായത് ഇവൻ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിയർ, അതേപോലെ തന്നെ ആങ്കർ, ആങ്സൈറ്റി, വെറുപ്പ്, അതേപോലെ തന്നെ സാഡ്നെസ്, ഷെയിം, പിന്നെ അതേപോലെ തന്നെ സിമ്പതി, പിന്നെ ഡിസപ്പോയിന്റഡ്, പിന്നെ അത് നമ്മൾ ഒരാളെ നിന്ദിക്കുക, ഫ്രസ്ട്രേഷൻ, ഈ രൂപത്തിലുള്ള പലതരത്തിലുള്ള ഏരിയയിലും ഇവന് നമ്മൾ പിടിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ്, ചില കാര്യങ്ങളൊക്കെ ഇവന് വിട്ടുകൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒരു പിന്നെ ഹെൽത്തിലോ അല്ലെങ്കിൽ വെൽത്തിലോ ഏതെങ്കിലും ഒന്നിൽ മറ്റൊന്ന് അതിലവൻ ഇടപെടും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉണ്ടാക്കിയാലും ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിനെ നമ്മൾ എന്തെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ മാസ്റ്റർ ആയിരിക്കാം. ആ മാസ്റ്റർ ആകുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറെ ഇതുണ്ടാക്കിയിട്ട് നമ്മൾ വെൽത്ത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. തുടക്കത്തിൽ പറ്റിയിട്ടില്ലെങ്കിലും കുറേശ്ശെ നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മൃഗത്തെ, അതായത് നമ്മൾ ഈ കാണുന്ന, അതായത് ഇതിങ്ങനെ പോയാൽ പറ്റില്ല, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതിങ്ങനെ അടിമപ്പെടുന്നത് തോന്നുമ്പോൾ അതിനെ, ആ ഹെയ്റ്റിനെ അല്ലെങ്കിൽ ആ ചേഞ്ചിനെ നമുക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് നമുക്ക്. അപ്പൊ അതിന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ലേണിംഗ് സോണിൽ വന്നിട്ട് ഗ്രോത്ത് സോണിൽ എത്തണം. ഇത് ഒരിക്കലും ഈ ലോവർ സെൽഫിന് ഇഷ്ടമല്ല. നിങ്ങൾക്കറിയോ, ഈ നമ്മൾക്കൊക്കെ സ്കൂളിൽ ടോപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ടോപ്പർ ആവുന്നത്, അല്ലെങ്കിൽ ഒത്തിരി വിജയിച്ച് നിൽക്കുന്നത്, ഇതൊക്കെ ഇവന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ആർക്ക്? ലോവർ സെൽഫിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏരിയ, അപ്പൊ നമുക്കറിയാം, പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന വളരെ ടോപ്പർ ആയിട്ടുള്ള ആളുകളൊന്നും ചിലപ്പോൾ ലൈഫിൽ സക്സസ് ആയിട്ട് നമുക്ക് കാണാറില്ല. പക്ഷെ കുറച്ച് പറഞ്ഞ ഏറ്റവും റാങ്ക് ഹോൾഡർ ഇല്ലാന്നല്ല പറഞ്ഞ അപൂർവം ആളുകളുണ്ട്. പക്ഷെ അല്ലാത്ത ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് വലിയ രീതിയിൽ എത്താൻ കഴിയില്ല. അതെന്താണ്? ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് മറികടക്കാനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ആ കോൺഫിഡൻസ് കം ഫ്രം കോമ്പിറ്റൻസ്. നമ്മുടെ കഴിവാണത്. എങ്ങനെ? ടു ബിക്കം എ കോമ്പിറ്റന്റ് ഇൻ വൺ ഏരിയ. അങ്ങനെ നമ്മളൊരു കാര്യത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആ ഒരു ഹയർ സെൽഫ് വരണമെങ്കിൽ നമ്മുടെ ലൈഫിൽ 3 കാര്യങ്ങൾ, ഇനിയാണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാര്യങ്ങളിലാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത്. ഒന്നാമത്തെ, ഈ 3 കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിനകത്ത് സക്സസിലേക്ക് വരും. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉഷാറാവട്ടെ. എല്ലാവരും ഒന്ന് കയ്യൊക്കെ അടിച്ച് ഒന്ന് യെസ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവരും യെസ് എന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ ഒന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഈ ഹയർ സെൽഫിനെയും ലോവർ സെൽഫിനെയും എങ്ങനെ നമ്മൾ കൊണ്ടുവരാൻ കഴിയും, അതിനുള്ള മാർഗങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഹീറോ ആവാൻ, വില്ലനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പവർ നമ്മൾ തിരിച്ചറിയാമെങ്കിലും ആ 3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അത് 3 കാര്യം? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമതാണ് സെൽഫ് ഇമേജ്. എന്താ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ? ഐ തിങ്ക്, ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ, ഏറ്റവും ലളിതമായ എക്സാമ്പിൾ ആണ്, കോവിഡ് വന്നപ്പോൾ പലരും അതിനെ പല രീതിയിൽ ഉപയോഗിച്ചു, സക്സസ് ആയി. അപ്പൊ നമ്മൾ ആദ്യത്തെ സെൽഫ് ഇമേജ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഒന്നാമത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഹയർ സെൽഫിനെ എങ്ങനെ നമ്മൾ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെ ഹയർ സെൽഫ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിൽ ഒന്നാമത്താണ് സെൽഫ് ഇമേജ്. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് എസ്റ്റീം. എന്താ സെൽഫ് എസ്റ്റീം? വാട്ട് ഐ ഫീൽ. ഐ ഫീൽ എന്ന് പറഞ്ഞാൽ എന്ത് ഇമോഷനാണ് നമുക്കുള്ളത്.
മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സെൽഫ് കോൺഫിഡൻസ്. വാട്ട് ഈസ് സെൽഫ് കോൺഫിഡൻസ്? ഐ ആക്ട്. എന്തൊക്കെയാണ് നമ്മൾ, എങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻ എടുക്കുന്നത്? ഐ റിപ്പീറ്റ് അഗെയിൻ. ഫസ്റ്റ്, സെൽഫ് ഇമേജ്. സെൽഫ് ഇമേജ് മീൻസ് ഐ ഫീൽ. രണ്ടാമത്തെ സെൽഫ് എസ്റ്റീം മീൻസ് ഐ ഫീൽ, മീൻസ് ഇമോഷൻ. എന്ത് ഇമോഷനിലൂടെയാണ്? മൂന്നാമത്തെയാണ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞാൽ വാട്ട് ഐ ആക്ട്. ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. സെൽഫ് ഇമേജ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്. പ്ലീസ് ടൈപ്പ് ഇറ്റ് എവരിവൺ. താങ്ക് യു. അപ്പൊ ഇനി ഇതിന്റെ ഒരു, അതായത് ഞാൻ പറഞ്ഞു, ഇത് ഐ തിങ്ക്, ഐ ഫീൽ, ഐ ആക്ട്. ഇതിന് ലളിതമായ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും കൂടി, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നടന്നു പോകുമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു മനോഹരമായ ഒരു പുഴ കണ്ടു. നല്ല വെള്ളമൊക്കെ ഉള്ള നല്ല ഒരു പുഴ കണ്ടു. അപ്പൊ നമ്മുടെ കാണുമ്പോഴുള്ളതാണ് നമ്മുടെ ചിന്ത. എന്താണ്? നമ്മൾ ആ പുഴ കണ്ട്, അപ്പൊ എനിക്ക് തോന്നുന്നു, എന്താ ചിന്ത തോന്നുക? നല്ല വെള്ളം, അതിലൊന്ന് നീന്താൻ നന്നായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പോ ആ ഫീലാണ് എന്ത് നീന്താ എന്നുള്ളത്. അപ്പൊ മറ്റേ ആള്, നിന്റെ കൂടെ ഉള്ള ആൾക്ക് നീന്താൻ അറിയില്ല. അപ്പൊ അവന്റെ എന്തായിരിക്കും? പേടിയായിരിക്കും. ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാവോ, രക്ഷപ്പെടും എന്നുള്ളത്. പിന്നെന്താണ്? അപ്പൊ മൂന്നാമത്തെ എന്താണ്? ആക്ഷൻ ആണ്. ഐ ആക്ട്. അതായത് ഞാൻ എന്ത് ചെയ്യും? ഇറങ്ങി പുഴയിൽ മനോഹരമായിട്ട് നീന്തി കുളിക്കും. മറ്റാൾ എന്ത് ചെയ്യും? നീന്താൻ അറിയാത്തവർ എന്ത് ചെയ്യും? ആക്ട് ചെയ്യുന്നത് ആ പുഴന്റെ അടുത്ത് നിന്ന് കാലവിടെ വെള്ളത്തിൽ വെച്ചിട്ട് കുറച്ചിടണം. ഇതാണ് ഒരാളുടെ ഐ തിങ്ക്, ഐ ഫീൽ, ഐ ആക്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് CC, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് CC എന്ന് ടൈപ്പ് ചെയ്യൂ. അപ്പൊ ഇവിടെ താങ്ക് യു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ആക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം, കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. യു ബിക്കം വാട്ട് യു തിങ്ക് നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഇമോഷനായിട്ട് നമുക്ക് ആ ഒരു ചിന്ത മാത്രം പോരാ, ആ ഒരു ഇമോഷൻ മാത്രം പോരാ, പക്ഷേ ആക്ഷൻ ആണ് വേണ്ടത്. നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിനും ഒരു ചിന്തയോ അതല്ലെങ്കിൽ ഒരു ഫീലോ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് എപ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നു, അതിന് ഇൻ ആക്ഷനിലേക്ക് വരുന്നു, അവിടെയാണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അതിന്റെ കോമ്പറ്റൻസ് ആവുക എന്നുള്ളത്, അതിന്റെ അത്രയും നമ്മൾ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ഒരു ആൾ പഠിക്കാതെ, അതായത് എന്ത് കാര്യം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ നമുക്ക് അതിനൊരു ഗുണം കിട്ടത്തില്ല. അപ്പൊ യു നീഡ് ടു അലൈൻ യുവർ തോട്ട്സ്, ഇമോഷൻ ആൻഡ് ആക്ഷൻ. ഇവിടെയാണ് നിങ്ങളുടെ സക്സസ് കിടക്കുന്നത്. റിപ്പീറ്റ് അഗൈൻ, യു നീഡ് ടു അലൈൻ. ഈ മൂന്നും അലൈൻ ചെയ്യണം. എന്തൊക്കെ? നമ്മുടെ ഫീലിംഗ്, അതായത് നമ്മൾ എന്താണ് തോട്ട്, നമ്മുടെ ഇമോഷൻ, ആക്ഷൻ. യു ഹാവ് ടു അലൈൻ വിത്ത് ദിസ് ത്രീ. ഇതിലേതെങ്കിലും ഒരാൾ കുറെ ആക്ഷൻ എടുത്തു, അയാൾക്കൊരു ചിന്തയില്ല, അതിനെ കുറിച്ചിട്ടുള്ള ഇമോഷനും ഇല്ല, കാര്യമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അയാൾ നല്ലോണം അതിനെക്കുറിച്ച് ചിന്തിച്ചു, അയാൾക്ക് ഇമോഷനും ഇല്ല, ആക്ഷനും ഇല്ല, കാര്യം. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇതിന്റെ മൂന്നിന്റെയും അലൈൻ ചെയ്യണം. അപ്പോഴാണ് ഇത് മൂന്നും കൂടി കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സെൽഫ് അവയർനെസ് ഉണ്ടാവുന്നത്. ഈ സെൽഫ് അവയർനെസ് ആണ് നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബൈബിളിലും ഖുർആനും ഭഗവത്ഗീതയിലും ഒക്കെ പൊതുവായിട്ട് പറഞ്ഞത്. നമ്മുടെ ഈ സെൽഫ് അവയർനെസ് എങ്ങനെ കൂട്ടാം, അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തോട്ട്സ്, ഇമോഷൻ, ആക്ഷൻ, ഇത് അലൈൻ ചെയ്ത് ഹയർ സെൽഫിനെ ഉയരത്തിലാക്കി ലോവർ സെൽഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ഏറ്റവും ഉന്നതിയിലെത്താൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ഏത് മേഖലകളിലും, ബിസിനസ് ആവട്ടെ, വെൽത്ത് ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, ഇതൊക്കെ ഈ ഒരു
ഹൈലി കോമ്പറ്റൻസ് ആയിട്ട് നിങ്ങളുടെ മാസ്റ്റർ ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു സ്കില്ലിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഹയർ സെൽഫിനെ ഉയർത്തിക്കൊണ്ട് സക്സസ് ആവാൻ കഴിയുന്നുള്ള ഒരു ചെറിയ മെസ്സേജാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു ഇതിൽ പങ്കെടുത്തതിലും അതേപോലെ തന്നെ IAGC ഇതിൽ ഇത്തരമൊരു അവസരം ഒരുക്കി തന്നതിലും എല്ലാവർക്കും ഹൃദയം തൊട്ട് നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. താങ്ക് യു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു കാര്യവും ഇതല്ലെങ്കിൽ ഇന്നത്തെ ഇതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കുറച്ച് പേർക്ക് പറയാം. എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് സമയം ഉണ്ട് തോന്നുന്നു. ഇത് പറഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു. Okay, Ibrahim sir, thank you for your wonderful section with a good interaction. Hopefully, there may be many questions or many doubts from the audience. അവരുടെ എന്താ സെൽഫ് ഓവർകം ചെയ്ത് ഇൻഷാല്ലാ they will ask questions, I think. അപ്പൊ ഓഡിയൻസിനെ ഇനി സംശയം ചോദിക്കാട്ടോ. ആദ്യം സാർ എന്ന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പോയിന്റ് അത് ആദ്യം പറയണം. പിന്നെ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം. നിങ്ങളുടെ ഒരു ലൈഫിലെ പർപ്പസ് പറയാൻ പറ്റുകയാണെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം വളരെ ഷോർട്ടായിട്ട് കേട്ടോ. ശരി, താങ്ക് യു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അല്ലാത്തതിൽ അംസ സാറുണ്ട്, റിയ സാറുണ്ട്, എല്ലാവരും ഉണ്ട്, പറയാം. യെസ് യെസ് പറയാം. ഞാൻ അസീന, കണ്ടിട്ടുണ്ടാവും. യെസ് 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 പറയാം അസീന. ഓക്കെ, സാറിന്റെ ക്ലാസ്സിൽ കേറുമ്പോ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി തോന്നുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് സംശയമായിട്ട് ഇപ്പൊ ഇതിൽ ചോദിക്കാനൊന്നുമില്ല. എന്തായാലും സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമ്മള് ലോവർ സെൽഫ് മാത്രം ചിന്തിച്ചിരുന്നാലും ഒന്നും നടക്കൂല. അതിന് ഓവർകം ചെയ്തു വരുന്നു. ഈ ഏജിലും ഞാൻ ചെയ്തു വരുന്നു. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും നേടണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇപ്പം. ആദ്യം അത് വളരെ കുറവായിരുന്നു. പിന്നോട്ട് വലിക്കാൻ നമുക്ക് എപ്പോഴും കൂടുതൽ ആളുകൾ ഉണ്ടാവും. മുമ്പോട്ട് കൊണ്ടുവരാന് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. എന്തൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും അതിൽ നിന്ന് പിൻവലിക്കാന്, അതുകൊണ്ട് എന്താണ്, അത് നേടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് എന്താണ് എന്ന് പറയാനേ നമുക്ക് എപ്പോഴും ആളുകൾ ഉണ്ടാവുള്ളൂ. നമ്മൾ അത് ചെവി കൊള്ളാനും നിൽക്കും. ആണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇതിനകത്തൊരു കാര്യം കൂടി ഞാനിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇത് കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നമ്മൾ ഈ ലോവർ സെൽഫ് തന്നെ നമ്മളെ 4 തരത്തിലാണ്. നമ്മളെ ചെവിയിൽ ആരോ വന്ന് എന്തോ പറയുന്ന പോലെ നമുക്ക് തോന്നും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴോ 4 രൂപത്തിലാണ് ഇവര് വരിക. ഒന്ന്, ഇവരൊരു ഭീരുവിന്റെ രൂപത്തിലാണ് വരിക. ഓക്കെ, അതായത് ഇവനെങ്ങനെ പറയാം, ഇത് നമുക്ക് പിന്നെ ചെയ്യാം, അതല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അതല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പിന്നെ നോക്കാം, അല്ലെങ്കിൽ ഐ കാണ്ട് അഫോർഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭീരുവിനെ പോലെ വരും. അതല്ലെങ്കിൽ പിന്നെ ഇവൻ വരിക ഒരു വിമതനെ പോലെയാണ്. വിമതൻ എന്ന് പറയുന്നത് നമ്മളെ, അതായത് എനിക്കിത് അറിയാം, അതല്ലെങ്കിൽ ഐ ഹാവ് റീഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ആ രീതിയിൽ വരും. അതല്ലെങ്കിൽ പിന്നെ ഇവൻ വരും ഒരു സന്ദേഹിയായിട്ട്, സ്കെപ്റ്റിക് എന്ന് പറയും. അതായത് അത് ഒരിക്കലും എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര വില, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനൊക്കെ പോകുമ്പോഴാണ് ഉണ്ടാവുക. ഇറ്റ് മസ്റ്റ് ബി എന്താണ് പറയുക, ഒരു സ്കാം ആയിരിക്കും ചിലപ്പോ. ഇങ്ങനെ വരുന്നതാണ് വേറൊരു തരത്തില്. 4മത്തേന് ഒരു ചാരനായിട്ട് വരും, സ്പൈ ആയിട്ട്. ഇതിനെയാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അതെന്താണ് സംഭവം, അതായത് ഐ വിൽ വെയിറ്റ്, മറ്റുള്ളവരൊക്കെ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് കളിക്കണം കേട്ടോ. നമ്മളോട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറയും, നമുക്ക് സേഫ് ആണോ അല്ലെങ്കിൽ നോക്കണേ, അതിൽ പറയും യു ആർ സ്റ്റിൽ യങ്, ഇനി സമയമുണ്ടല്ലോ എന്നുള്ളത് പറയും. ഇങ്ങനെ ഈ 4 രീതിയിൽ, ഒരു ഭീരുവിനെ പോലെ, ഒരു വിമതനെ പോലെ, ഒരു സന്ദേഹിയെ പോലെ, അല്ലെങ്കിൽ ഒരു ചാരനെ പോലെ നമ്മൾ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ഇവന്റെ ഒരു ശല്യം നമുക്ക് ആരോ നമ്മളെ ചെവിയിൽ വന്ന് പറയണ പോലെ തോന്നും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ചെവിക്കൊള്ളാതെ അതിന്റെ ഏറ്റവും നല്ല വശം നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് അതിലേക്ക് ഇറങ്ങണം. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരാളിപ്പോ ആരെങ്കിലും വിളിച്ചപ്പോ ആരും വിളിക്കാൻ ഇപ്പൊ എങ്ങനെ ചോദിക്കുക, എന്താ ചോദ്യം ചോദിക്കുക, എന്താ പറയാ എന്നുള്ളത് വിചാരിച്ച് നിങ്ങൾ ബാക്കിലേക്ക് പോകും.
അപ്പൊ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണ്? ഇപ്പൊ പറയണത് ഇപ്പൊ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ അതൊരു അബദ്ധമാവോ എന്ന് തോന്നുന്നു. അപ്പൊ നമ്മളൊരു അവസരം കിട്ടുമ്പോൾ, ഒരു പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊന്നും ചെവി കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തലാണ്. അപ്പൊ ഈ ചാരന്മാര് പറയുന്നത് കേൾക്കരുത്, ഈ സ്പൈ പറയുന്നതല്ല. ഈ ഒരു ഭീരുവിനെ പോലെ നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ അതിനെ തട്ടി മാറ്റി ഹയർ സെൽഫിലേക്ക് ആര് പോകുന്നുവോ അവനാണ് വിജയി. ക്ലിയർ ആണോ? യെസ് സർ. അടുത്ത ആൾ വരട്ടെ. താങ്ക് യു അസിന. ചോദിച്ചോളൂ. നിങ്ങൾ ആരും ഒന്നും പേടിക്കേണ്ട, ചോദ്യങ്ങൾ ചോദിക്കാൻ. എനിക്ക് അറിയുന്നത് ഞാൻ പറയാം, അല്ലെങ്കിൽ അറിയാത്ത നമുക്ക് ചോദിക്കാം. ഓക്കെ, Hello, sir. പറയൂ. യെസ്, സഫ I am പറയൂ. Shifanat from Abu Dhabi. ഓക്കെ, യെസ് പറയൂ. ആദ്യമായിട്ടാണ് സാറെ ക്ലാസ് കേൾക്കുന്നത്. ക്ലാസ് കേട്ടത് സന്തോഷം. അപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആലോചിച്ചു, എൻ്റെ ഒരു ലോവർ സെൽഫ് എപ്പോഴും എൻ്റെ ഒരു ഇമോഷനിൽ വെച്ചിട്ട് എപ്പോഴും ആ ഒരു ലോവർ സെൽഫ് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പൊ സാറെ ഇത് കേട്ടപ്പോ 100% കറക്റ്റ് ആണല്ലോ എന്ന് തോന്നി. അപ്പൊ ഇൻഷാല്ലാ ഇതിൽ ഓവർകം ചെയ്യാൻ നോക്കണം ഇൻഷാല്ലാ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരും ഇതിലുണ്ട്. വലിയ വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല വലിയ വലിയ ആൾക്കാർ ഓരോരുത്തർ പോയി പെടുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പൊ നമുക്ക് തോന്നാറില്ല ഇവരൊക്കെ എന്താണ്, കാരണം ഇവന്റെ പിടിയിൽപ്പെടാത്തത് ആരുമില്ല. അതെ, ഇവന്റെ പിടിയിൽപ്പെടാത്ത ഇവനെ നമ്മൾ ഒതുക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏറ്റവും ഇവൻ പിടിക്കുന്നത് വലിയ വലിയ ആളുകളിലാണ്, വളരെ ഹൈലി ക്വാളിഫൈഡ്, ഹൈലി ഇവരെ വേഗം പിടിക്കാൻ കഴിയും. ഇവന്റെ വീക്ക്നെസ് നോക്കി ഇവൻ അമർത്താൻ നോക്കും, അവനെ പിടിക്കും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല. ഒരു വേസ്റ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ച് നമ്മളുടെ കരിയറും നമ്മളെ സമയവും നമ്മൾ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു വീക്ക്നെസ് കയറി പിടിച്ചിട്ടുള്ള ഒരു ഇതാണത്. ഇവൻ പറയുന്ന 100% ലോജിക് ആയിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ മുമ്പിൽ നല്ല ഭക്ഷണം കൊടുന്ന് വെക്കുമ്പോ അത് നമ്മൾ ഒരു പരിധി വരെ, അല്ലെങ്കിൽ അത് കഴിക്കേണ്ടത് നമുക്ക് എന്ത് തോന്നും, ഇപ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടത്, ഇത് കഴിച്ചാലും മരിക്കും കഴിച്ചിട്ടില്ലെങ്കിലും മരിക്കും, അങ്ങനെ കുറെ ലോജിക്. അപ്പൊ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? കഴിച്ചാലും മരിക്കും കഴിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? ഇങ്ങനത്തെ ഉള്ള 100% ലോജിക്കാണ് ഇവന്റെ കയ്യിലുള്ളത്. അപ്പൊ ഇവനെ മറികടക്കുക എന്ന വലിയ സാഹസമാണ്. അതുകൊണ്ടാണ് സക്സസ് ആവാതെ നിൽക്കുന്നത് ആളുകൾ. ക്ലിയർ ആവുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും ഇത്രയും കൂടി ജനങ്ങൾ സക്സസ് ആവൂലേ? അപ്പോ ഇവിടെ നമ്മൾ എങ്ങനെ ബുദ്ധിപൂർവ്വം ഇവനെ മറികടക്കാൻ കഴിയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും, ഈ ഹയർ സെൽഫും ലോവർ സെൽഫും അറിഞ്ഞിട്ടും നമ്മൾ പെട്ടുപോകും. അതെ. എസ്പെഷ്യലി ലേഡീസ് ഒക്കെ ആകുമ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മക്കളോ സാഹചര്യങ്ങള്, അവരെ സ്റ്റഡീസ് എല്ലാതും. അപ്പൊ നമ്മൾ ഇതിൽ പിടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡിപ്രഷൻ ആവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദേഷ്യം വരും. അപ്പൊ എല്ലാം താളം തെറ്റിയാണ് മൊത്തത്തില്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവൻ പിടിക്കാൻ എളുപ്പം ലേഡീസിനാണ് സൗകര്യം. കാരണം ആളുകൾ, നമ്മളൊക്കെ ബിസിനസ് ആയിരിക്കും, കുറെ എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ നാട്ടിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കും ജോലിക്കൊന്നും പോകാത്ത ആളുകൾക്കൊക്കെ എൻഗേജ്ഡ് അല്ലല്ലോ. അപ്പൊ ഇവർക്ക് വരാനും ഇങ്ങനെ എത്രയും കാലമായിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇവനോട് ചോദിക്കും എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പറ്റിയത്, അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ആ ഒരു തോന്നലും ചിന്തകളും ഒക്കെയാണ് ഇതിന് എളുപ്പം പിടികൂടാൻ പറ്റും. അപ്പൊ ഇതിനെ മറികടന്ന് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇവന് പിടികൊടുക്കാൻ കഴിയില്ല. ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. അതായത് നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അതിന് എന്ത് ചെയ്യണം? കോമ്പറ്റൻസിലായിരിക്കണം. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ മാസ്റ്ററിങ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇപ്പൊ ഈ പ്രശ്നം എനിക്ക് ഈ ഒരു ലോവർ കേസ് ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 year ആയിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോൾ ടൈംസ് സാഡ് ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മനഃശാസ്ത്രത്തെ കുറിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്, സത്യം പറഞ്ഞാൽ. വെരി ഗുഡ്. അപ്പൊ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ മാസ്റ്റർ ചെയ്യുക, കോമ്പറ്റൻസ് കൂട്ടുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. നെക്സ്റ്റ്. ആർക്കെങ്കിലും ഒക്കെ വരാം, എന്തെങ്കിലും ഒന്ന് പറയാം, ക്ലാസ്സിനെ കുറിച്ച് പറയാം. അതെ, അടുത്ത എല്ലാരും ലോവർ സെൽഫിനെ ഓവർകം ചെയ്ത് വരണം. അതെ, കറക്റ്റ്. അതെ സാർ. സാർ, എനിക്കൊരു പരാതി ഉണ്ട്. ഒരൊറ്റാളും വീഡിയോ ഓൺ ആയിട്ടില്ല. ഞാൻ സാധാരണ വീഡിയോ ഓൺ ആക്കാതെ കാരണം നമ്മള് എവിടെ എന്താ പറയുക, ചുമരിനോട് പറയുന്ന പോലെയാണ് തോന്നുക. നമുക്കൊരു ഒന്നാമത് ഐ കോണ്ടാക്ട് നമുക്ക് കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഒരു കണക്ടിവിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും
ഇതും ലോവർ സെൽഫിന്റെ ഒരു ഇതാണ് ഈ വീഡിയോ ഓൺ ആക്കാത്തത്. തോന്നുന്നത് ഞാൻ പറഞ്ഞതാണ് ആദ്യം തന്നെ ഓൺ ആക്കാൻ. ഒരു പക്ഷേ കുറെ ആൾക്കാർ ഓണാക്കിയിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഒക്കെ ഓഫ് ആക്കിയതാ തോന്നുന്നുണ്ട്. ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് നോക്കാൻ നിങ്ങൾ ഈ ഒരു ലോവർ സെൽഫിന്റെ പിടിമുറുക്കിയില്ല. നിങ്ങൾ ഓൺ ചെയ്ത് 2 വാക്ക്, അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടേത് ചോദിക്കുന്ന ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാൽ ആ ലോവർ സെൽഫിനെ നിങ്ങൾ കീഴടക്കി ഹയർ സെൽഫിനെ നിങ്ങൾ കൊണ്ടുവരില്ലേ? 58 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആകെ 2-3 ഇനി നിങ്ങൾ എപ്പോഴാണ് ലോവർ സെൽഫിന്റെ ഈ പിരിമുറുക്കത്തിൽ നിങ്ങൾ പുറത്ത് ചാടുക? അതൊന്ന് പറയൂ. ഇത് പോട്ടെ, ഇത് വിട്ടേക്ക്. ഷിബിലിക്ക് എന്തോ സാർ പറഞ്ഞോളൂ. സാർ എന്റെ പേര് സിസ്റ്റർ ഷൈനി. ഓക്കെ ഷൈനി, പറയൂ. സിസ്റ്റർ അപ്പൊ പറയൂ. ഇന്നത്തെ ക്ലാസ് ഒത്തിരി നന്നായിരുന്നു. അപ്പൊ ഈ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് മുമ്പോട്ട് വരണമെങ്കിൽ നമ്മൾ തന്നെ ഒത്തിരി എന്താ പറയുന്നത്, സ്വയം മുമ്പോട്ട് വരാൻ വേണ്ടി പരിശ്രമിക്കണം. കാരണം അതെ. പുറകോട്ട് പോകും തോറും നമ്മൾ വീണ്ടും വീണ്ടും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഒക്കെ ഞാനും ഇങ്ങനെ, നമുക്ക് കഴിവുണ്ടായിരിക്കും, പക്ഷെ ആ കഴിവ് നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നമുക്ക് നമ്മുടെ ഒരു എൻകറേജിന്റെ കുറവുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇന്ന് സാർ എടുത്ത ക്ലാസ്സില് ഒത്തിരി എല്ലാവർക്കും തന്നെ നമ്മളിങ്ങനെ നമ്മുടെ കഴിവുകള് ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങള് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റിയ രീതിയിലായിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പം ഇത് ഹയർ സെൽസിലേക്ക് കൂടുതൽ നമ്മൾ ആക്റ്റീവായിട്ട് വന്ന് നമ്മുടെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു. ഒത്തിരി നന്ദി സാറ്. താങ്ക് യു. വളരെ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, വിഷനായിരുന്നു. അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ. ഈ ബൈബിളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിളിൽ ഭഗവത്ഗീത, ഖുർആനൊക്കെ പറഞ്ഞു. അപ്പൊ ബൈബിളിൽ സെൽഫ് അവയർനെസിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ഈ ഹയർ സെൽഫ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, ഉന്നമനത്തിന് വേണ്ടി ഉയർന്നു വരാനുള്ളതല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? സിസ്റ്റർ പോയോ? ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ആള് ചോദിച്ചോളൂ. സിസ്റ്റർ കേൾക്കുന്നില്ല. അടുത്ത ആള് ജെറിൻ എന്തോ അൺമ്യൂട്ട് ചെയ്ത പോലെ കണ്ടിരുന്നു. യെസ്, ആക്ച്വലി ഞാൻ ഈ സെഷൻ കുറച്ച് പകുതിയിലാണ് കേറാൻ പറ്റിയത്. മോൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുൾ ശരിക്കും മുഴുവൻ കേൾക്കാൻ പറ്റിയത് ലാസ്റ്റ് ഭാഗമാണ് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് മുന്നോട്ട് വന്നത് എന്റെ ആ ലോവർ സെൽഫിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാരണം ആ വെരി ഗുഡ്. ശരിക്കും ഒരു മോട്ടിവേറ്റഡ് ആണ്. അത് പകുതി ക്ലാസ് കേട്ടുള്ളൂ. അപ്പൊ എനിക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതെന്ന് പോലും കറക്റ്റ് ആയിട്ട് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ആ ലോവർ സെൽഫിനെ ബ്രേക്ക് ചെയ്യണം. അത് സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരാളിരുന്ന് ഇങ്ങനെ പറയണം പോലെ തോന്നുന്നു. അപ്പൊ ചില സമയത്ത് എനിക്കിങ്ങനെ വരും, ചെല്ല് 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 എന്ന് പറഞ്ഞിട്ടുള്ള അതെനിക്ക് കാതിൽ കേൾക്കാം. അത് കറക്റ്റ് ആയിട്ട് സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അപ്പോ ഇന്ന് ഈ സെഷനിൽ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കുറച്ചേ കേട്ടുള്ളൂ എങ്കിൽ ആ കേട്ടത് എന്റെ ആ ലോവർ സെൽഫിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ് എനിക്ക് ധന്യമായി. ആരെങ്കിലും ഒരാൾ, എന്റെ ഉദ്ദേശം അതുള്ളൂ, നമ്മൾ ഏതെങ്കിലും ഇതിനകത്ത് ലോവർ സെൽഫിനെ മറികടക്കാൻ പറ്റിയാൽ അതാണ്. ഇതിനകത്ത് ഹലോ, എന്റെ പേര് സൽമ എന്നാണ്. പറയൂ സൽമ, കേൾക്കട്ടെ. ഞാനിപ്പോ 2 വർഷമായിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. അതിന് മുമ്പ് ഖത്തറിലായിരുന്നു. അപ്പൊ എനിക്കിത് തുടക്കത്തിലെ ഈ ക്ലാസ് എന്താണ് ഈ പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഞാനിപ്പോ ഇതിന്റെ ഒരു ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സാറ് പറഞ്ഞില്ലേ 4 സ്റ്റേജ് പറഞ്ഞില്ലേ, ഒരു തീരെ ഒന്നും നമ്മള് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാം ദൈവം കാണിച്ചു തന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ബിസിനസ്സാണ് ഉദ്ദേശിച്ചത്. അപ്പോ എനിക്ക് പല കഴിവുകളുണ്ട് എന്നുള്ളത് അവിടുന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാന്. പക്ഷെ ജോലി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പക്കാ ചിട്ടായിട്ട് പോകുന്നതാണ്. പ്ലാനിങ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളായാലും കുക്കിംഗ്, അങ്ങനെ എല്ലാം ഭയങ്കര പ്ലാനിങ്ങിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. തീരുമാനം എടുക്കുന്നതൊക്കെ നല്ല മുന്നിലായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ കൂടെയും ഭയങ്കര ഇതിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷം ഇങ്ങനെ കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി. പിന്നെ ഞാൻ തന്നെ ആയിരുന്നു എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 4ാമത്തെ സ്റ്റേജ് സാറ് പറഞ്ഞതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിനങ്ങോട്ട് പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിന് സമയമുണ്ട് എന്നുള്ളതുപോലെ
പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കാണെങ്കിൽ തുടങ്ങും വേണേനും. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിലും അങ്ങനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഒരു ജേണിയാണ് ഇപ്പൊ ഇത്. കാരണം അപ്പോ ഹയർ സെൽഫ് അതാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലോവർ സെൽഫ് അത് ഭയങ്കര ഒരു സങ്കടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ. ചെറിയ ചെറിയ സങ്കടങ്ങൾ വരിക, പിന്നെ ചിലതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. യെസ്. അപ്പൊ അതെന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിനെ മറികടക്കുക എന്നുള്ള നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇവന്റെ അടിമപ്പെട്ട് കടന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞു, ഏത് ബിസിനസിന്റെയും അതിന്റെ കാതലായ ഒരു കാര്യം ഉണ്ടാവും. അതിൽ നമ്മൾ നേരത്തെ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ആ കോൺഫിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞു കോമ്പറ്റൻസ്, നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ഡെപ്ത് ആയിട്ട് നമ്മൾ ഏത് മേഖലയിലാണോ അത്, എനിക്കറിയില്ല നിങ്ങൾ ഏതാണോ ആ ഒരു നാച്ചർ ഓഫ് ബിസിനസ് എന്നത്, ഏതോ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ മാസ്റ്റർ ആവുക, വെൽത്ത് ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലങ്ങളെയും പരിഹരിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ തന്നെ മെനഞ്ഞെടുക്കണം. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. യു ആർ ഓൺലി യുവർ ലൈഫ് റെസ്പോൺസിബിൾ. അതിനെ പഴിചാരിയിട്ട് കാര്യമില്ല, കോവിഡിനെ പഴിചാരിയിട്ട് കാര്യമില്ല, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പഴിചാരിയിട്ട് കാര്യമില്ല. അതൊക്കെ ഓരോന്നും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടെടുത്ത് അതിനെ മറികടക്കുക എന്നുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ വഴികളും നമ്മുടെ മുന്നിൽ തുറന്നു തരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അത് വളരെ പോയിന്റാണ്. എനിക്ക് എന്താന്ന് പറയാ, ഞാനിപ്പോ റിയാസ് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം എനിക്കത് വേറൊരു സംഭവം കൂടെ എന്റെ ലൈഫിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എന്റെ മനസ്സുകൊണ്ട് സ്വന്തം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മുന്നിലോട്ട് അങ്ങോട്ട് ഇത്തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു. എന്തായാലും ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. നന്നായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഒന്നോ രണ്ടോ ആൾക്കാർ ഇത് പറഞ്ഞപ്പോ അതാണ് ഇപ്പൊ എന്റെ സമയം എനിക്ക് ധന്യമായി. എനിക്ക് എന്റെ സമയം ഞാനിപ്പോ ഒരു 7 മണിക്ക് ഇരുന്ന് കരയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ ഇപ്പൊ അവിടെ നിന്ന് മലപ്പുറത്ത് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഒരു ആ മുമ്പുള്ള ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ട പോലെ ഒരു സങ്കടമായിരുന്നു. കാരണം ഇതുവരെ എനിക്ക് അങ്ങനെ ലൈഫിൽ വന്നിട്ടില്ല. പക്ഷെ ഈ ക്ലാസ് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോ ഞാനത് ഭയങ്കരമായിട്ടിരുന്ന് കേൾക്കിരുന്നു. എനിക്ക് ഭയങ്കര ഒരു സമാധാനം, ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അതങ്ങനെ ആവട്ടെ. അങ്ങനെ ഹയർ സെൽഫിനെ പൊക്കി കൊണ്ടുവന്നിട്ട് മറ്റവനെ നമുക്ക് അടിച്ചു വീഴ്ത്താം. ഓക്കെ, അതായിരിക്കട്ടെ. താങ്ക് യു. അടുത്ത ആളെ പറയൂ. താങ്ക് യു. സാർ, എൻ്റെ ഹസീന എന്നാണ്. ഹസീന പറയൂ. അങ്ങനെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ ഫോർ ദിസ് വണ്ടർഫുൾ ക്ലാസ്. നമ്മള് വീഡിയോ ഓൺ ആക്കാത്തത് ഓൺലൈൻ ക്ലാസ് പ്രിപ്പയർ ഫോർ ദാറ്റ്. നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ഓൺ ചെയ്യാം. നമ്മള് എന്താ പറയാ, ടീച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ അതായത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഒരു ലേണിംഗ് എയ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് ഇമാജിനേഷനും അതുപോലെ തന്നെ നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും. സാറിന് അറിയണ്ടാവും. അപ്പൊ നമ്മള് സാർ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു ഇമാജിനേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. കറക്റ്റ് എത്ര ഫോളോ ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം ശരിക്കും നമ്മളത് മൈൻഡിൽ ആ ഒരു ഇരുട്ടുള്ള റൂമിലൂടെ ശരിക്കും നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു ഇത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. കാരണം നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ നമ്മൾ കണ്ടടയ്ക്കാറില്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ അത് കാണുന്നു ഇത് കാണുന്നു നമ്മൾ പറയാറേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളത് ഒബേ ചെയ്തിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ ആ സാധനം ശരിക്കും എന്താണ് എത്തുന്നുള്ളത് ആ ഒരു ശരിക്കും ആ ഒരു ലൈറ്റ് നമ്മുടെ ഇന്നറിൽ അത് ശരിക്കും അത് തെളിഞ്ഞ് നമുക്ക് കാണാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളൊരു സാധനം സാർ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ആദ്യം ഫസ്റ്റ് താങ്ക്സ് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് വന്നിട്ട് ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ ക്ലാസ് തീരുന്നത് വരേക്കും. കാര്യം നമ്മൾ റിപ്ലൈ ചെയ്യാൻ ഇത്രയും താമസിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സെറി പറയുന്നതില് എന്താ പറയാ, ഇപ്പോ ഭീരു, അതുപോലെ തന്നെ യൂസ്ലെസ് ആയിട്ടുള്ള വിഫലൻ, അതേപോലെ തന്നെ സന്ദേഹി, സ്പൈ എന്ന് പറഞ്ഞ 4 ഇതില് ശരിക്കും ഞാനായിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വൺ ആണ്. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു നമുക്ക് എന്താ പറയാ അംഗീകരിക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ ഒരു ട്രാജഡി, ആ സാധനം നമ്മളെ വല്ലാണ്ട് തളർത്തി കഴിയുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെയല്ലേ സംഭവിച്ചത്, അപ്പൊ ഇനി അങ്ങോട്ട് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ശരിക്കും പറഞ്ഞാല് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു എന്താ പറയാ യുക്തിവാദി സ്റ്റൈലിലേക്ക്, എനിക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മള് പടച്ചോനിലാണ്, ദൈവത്തിലാണെന്നുള്ള മോസ്റ്റ് വിശ്വാസം ഒരു ഭാഗത്ത് ഇരിക്കെ
നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇല്ല, കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗെയിം പ്ലാൻ ചെയ്തത് പടച്ചോൻ തന്നെയാണ് എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ, പക്ഷെ എന്നാലും കുറെ നെഗറ്റീവ്സ് ഒക്കെ മനുഷ്യനല്ലേ. ഇപ്പോഴും അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് എന്തൊക്കെയോ കുറച്ച് പോസിറ്റീവ് ഫീൽസ് കൊണ്ടുവരാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു ഇതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് ഹലോ സർ. യെസ് പറയൂ. ആരാണ്? സജിനയാണോ? സർ ഒരു കാര്യം കൂടി, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മള് ഇതിന്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അത്ര ശ്രദ്ധയിൽ ഇത് പലരും നോക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്തായാലും ഞാനിത് അത്ര ശ്രദ്ധയിൽ ഈ ഒരു ഇത് എടുത്തിരുന്നില്ല. ഇന്നലെ ഞങ്ങളെ സൈക്കോളജിന്റെ ക്ലാസ്സിൽ ഞങ്ങളുടെ സർ റിയാസ് സർ ഞങ്ങളത് പ്രത്യേകം ഓർമ്മിപ്പിച്ചത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൽ കയറിയത്. അപ്പോ എന്താ പറയാ, ഞാനൊരു താങ്ക്സ് അദ്ദേഹത്തോട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. യെസ്, അടുത്താണ്. താങ്ക് യു സർ. സെൽഫ് നല്ല രീതിയിലുള്ള ഒരാളാണ്. പേര് സജന എന്നാണ്, തൃശ്ശൂരാണ് വീട്. അപ്പൊ കുറെ നേരമായി മ്യൂട്ട് ഓണാക്കും ഓഫാക്കും, ഒട്ടും ഇല്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെയും പോവും, പിന്നെയും ഓണാക്കും. പക്ഷെ ഞാൻ ഇതില് എന്റെ നോട്ടില് എനിക്ക് ആകെ ഒരു പേജാണ് ഞാൻ എഴുതിയത്, ലോവർ സെൽഫും കുറച്ച് പോയിന്റ്സ്. പക്ഷെ ആ ഒരു പേജിൽ നിന്നും എനിക്ക് ഒരു 1000 പേജിനുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ബുക്കിലോ അല്ലെങ്കിൽ 2 ബുക്കിലോ എഴുതിയാൽ തീരാത്ത അത്രയും പോയിന്റ്സുകൾ എനിക്ക് അതിൽ നിന്നും ക്ലിയർ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും നല്ലൊരു ടോപ്പിക്കാണ് സാർ ഞങ്ങൾക്ക് തന്നത്. നല്ലൊരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. താങ്ക് യു. ഇനി അങ്ങോട്ട് ഒരു ലോവർ സെൽഫിൽ നിന്നും ഹയർ സെൽഫിലേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് സാറിന്റെ ക്ലാസ്. താങ്ക് യു സോ മച്ച് സർ. യെസ്, അടുത്ത. ഹലോ സർ. യെസ് പറയൂ. ആരാണ്? പേര് പറയണം, എന്താ ചെയ്യുന്നത് പറയണേ. ചോദ്യം. ആദ്യം തന്നെ വീഡിയോ ഓൺ ആക്കുന്നു. സാർ പറഞ്ഞിരുന്നു വീഡിയോ ഓൺ ആക്കാത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്രീഷിയേറ്റ്. അതായത് വീഡിയോ ഓൺ ആക്കണം തന്നെയാണ് ഹയർ സെൽഫ് എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത്. എൻ്റെ പേര് ജസീല എന്നാണ്. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്ന റിയാസ് സാറെ കീഴില്. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്കിപ്പോ അദ്ദേഹം സാറ് ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാല്, ഹയർ സെൽഫ് അതായത് ലോവർ സെൽഫ് എന്ന് വെച്ചാല് റിയാക്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും അധികം പേര്. അവര് ഇമോഷൻസ് ആകുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ. അപ്പൊ അവർക്ക് സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതിന് നമ്മൾ പ്രൊയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഹയർ സെൽഫിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിലെത്തിയത്. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ജസീല. ഗുഡ്. അടുത്ത് സർ, ഞാൻ ഷമീറ. ഓക്കെ, പറയൂ ഷമീറ. ഞാൻ പറഞ്ഞോട്ടെ, ആരോ വന്നു അതിന്റെ ഇടയ്ക്ക്. സാറിന്റെ ക്ലാസ് ഞാൻ ഫസ്റ്റ് മുതലേ കേൾക്കാൻ തുടങ്ങി. നല്ല അഭിപ്രായമാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ റിയാസ് സാറെ ക്ലാസ്സിൽ തന്നെ കൗൺസിലിംഗ് ക്ലാസ്സിൽ സ്റ്റുഡന്റ് ആണ്. സാർ ഇന്നലെ ഈ ക്ലാസ്സിനെ കുറിച്ച് സാറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. അത് കാരണമാണ് ഇന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാവരും അധികം ആൾക്കാരും സാറ് പറഞ്ഞതിട്ടായിട്ടാണ് ഇന്ന് ക്ലാസ്സിന് നേരത്തെ വന്ന് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. സാർ ഓരോ കാര്യം പറയുമ്പോൾ ഇതെന്നെ കുറിച്ചാണല്ലോ എന്നാണ് എനിക്ക് ഫസ്റ്റ് മുതലേ തുടങ്ങിയത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം ഈ മെയ്ക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നിന്നറിയോ. കാരണം അത് പറയാനുള്ള മുന്നിക്ക് വരുമ്പോ പിന്നെ ആരോ ബാക്കിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആള് പറയോ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ, അങ്ങനെ ഒരു ധൈര്യമില്ലായ്മ, ആരും എന്നെ തന്നെ പിറകോട്ട് വലിക്കുക. പിന്നെ അത് കഴിയുമ്പോ തോന്നും പറയായിരുന്നല്ലോ, എനിക്കും പറയായിരുന്നല്ലോ, എനിക്ക് പറ്റുമായിരുന്നല്ലോ പിന്നെ തോന്നും അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഭയങ്കര വിഷമ. എന്നാ ഒരു അവസരം കിട്ടുമ്പോ ഒന്ന് എണീറ്റ് പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വരുമ്പോ ഒന്ന് കൈപ്പൊക്കിയിട്ട് ഞാൻ പറയാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം മുന്നോട്ടേക്കാട് വരുകയില്ല. അപ്പൊ സാറ് പറഞ്ഞ് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ധൈര്യം സംഭരിച്ചിട്ട് മുന്നോട്ട് വന്ന് മേയ്ക്കൊണ്ട് സംസാരിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. സംസാരിച്ചവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് സംസാരിച്ചത് നിങ്ങൾക്കറിയോ. നിങ്ങൾ ആരെയാണ്, എന്തിനാണ്, ലോവർ സെൽഫ് ഹയർ സെൽഫ് ഒക്കെ പോട്ടെ, നമ്മളൊരു മനുഷ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. ഇനിയിപ്പോ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ വലിയ സ്പീക്കറോ ട്രെയിനറോ ഒന്നും ആവണ്ട. നമുക്കൊരു കാര്യം ഒരാളുടെ ഇനിയിപ്പോ ഏറ്റവും ഒരു PTA മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എവിടെ പോയാലും അത് ഒരു എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള അത് നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ കിട്ടത്തുള്ളൂ. അത് നിങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് അത് സംസാരിച്ചതിലൊക്കെ എല്ലാവർക്കും ഒരു നല്ല കൈയടി. അതോടൊപ്പം തന്നെ
ഇന്ന് നമ്മൾ ആക്ഷനിലേക്ക് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ അറിഞ്ഞാലും നമ്മൾ ഇവന്റെ ഇതിൽ പെടും. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം, ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളിലൂടെ പറയുന്നത്. എനിക്ക് ചെവിയിൽ പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടോളുന്നില്ല, ഞാൻ എൻ്റെ ഒരു ഇതാ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ എൻ്റെ ഒരു 10, 12, 15 വർഷം വരെ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളോട് പോലും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ തലാത്തിരിക്കും. എൻ്റെ വൈഫൊക്കെ ചോദിക്കും, നിങ്ങൾ എന്തൊരു അഹങ്കാരിയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ആര് വന്നാലും നിങ്ങൾ എന്താ ഒന്ന് മിണ്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് അതുകൊണ്ടല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഇതായിട്ടിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ അതൊക്കെ മറികടന്ന് ഞാൻ അതിന്റെ ആ ഒരു ഹയർ സെൽഫിൽ എന്തൊക്കെയാണോ നമുക്ക് കിട്ടേണ്ടത്, അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പോയി പലതരത്തിലുള്ള ഇത്തരം പിന്നെ സമൂഹത്തിൽ സോഷ്യലൈസ് പെട്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് എനിക്ക് ആയിരക്കണക്കിന് ആളുകളെ ഒരു പേടിയും കൂടാതെ സംസാരിക്കാൻ പറ്റും. അത് ഞാൻ ആ തീരുമാനം എടുത്തുകൊണ്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നിങ്ങളിപ്പോ ഉള്ളത്, ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനം എടുത്തോ അതാണ് നിങ്ങൾ എന്തൊക്കെ തീരുമാനം എടുത്തിട്ടില്ല അതും നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളെ എന്തൊരു പ്രശ്നത്തെയും ഏതൊരിതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ലോവർ സെൽഫിന്റെ പിടിയിൽ നിങ്ങൾ അകപ്പെടരുത്. അതാണ് ഇന്നത്തെ ആകെ തുക എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ വിചാരിക്കും. ഓക്കെ, യെസ്, അടുത്താൾ പറയൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഐ ആം ഹന. ഓക്കെ, ഞാൻ പിന്നെ റിയാസ് സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ഇപ്പം സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ സാർ നേരത്തെ പിന്നെ സിസ്റ്റർ ഷൈനിയോട് ഒരു ചോദ്യം ചോദിച്ചുവല്ലോ, ബൈബിളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോന്ന്. ബൈബിളിലും ഖുർആനിലും എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകാശത്തെ നമ്മൾ കണ്ടെത്തി നമ്മൾ ആ പ്രകാശവുമായി ലയിക്കണമെന്നാണ്. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷെ നെഗറ്റീവ് അതിന്റെ മേൽ അതിന് ഉടമയാകുന്നു. നമ്മൾ നമ്മുടെ ചിന്തകളുടെ ഉടമകളായാൽ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് സാറ് നല്ല രീതിയിൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നു. ഇതിന് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഇത്രയധികം മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ പ്രപഞ്ചശക്തിയോടും ഞങ്ങളുടെ സാറിനോടും പിന്നെ ഇത്രയും നേരം സാറ് ക്ലാസ് എടുത്ത സാറിനോടും വളരെയധികം ഗ്രേറ്റ്ഫുൾ, നല്ലൊരു ബിഗ് താങ്ക്സ് പറയുന്നു. കാരണം എല്ലാ മനുഷ്യരുടെയും ഉള്ളില് എല്ലാ മനുഷ്യരും ദൈവികമായ ഒരു പ്രതിഭാസമാണ് ജനനം. ആ പ്രതിഭാസത്തില് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ എത്രത്തോളം നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രകാശിപ്പിക്കണം എന്നുള്ള സാറിന്റെ ആ ഒരു ഹയർ രീതിയിൽ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ സാർ പറയാന്, ഞാനൊരു വീട്ടമ്മയായിരുന്നു. എന്റെ പ്രോബ്ലം ആണ് എന്നെ ഇപ്പൊ പല പാതയിലേക്കും കൊണ്ടെത്തിച്ചത്. ഞാനിപ്പോ ഒരു MDTC സ്റ്റുഡന്റ് ആണ്. പിന്നെ ഇപ്പൊ സൈക്കോളജി, എന്തെല്ലാം അറിയണോ അത്ര ദാഹത്തോടാണ് ഇപ്പം അറിവിനെ സമീപിക്കുന്നത്. അത് തന്നെയാണ് സാറിന്റെ ക്ലാസ് ഇന്ന് ഇത് സമയം കണ്ടെത്തി അത് ഇരുന്നത് തന്നെ. ഒരുപാട് സന്തോഷമുണ്ട് സാറേ. നല്ല നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്താ ലാസ്റ്റ് പറഞ്ഞത്? ലേണിംഗ് തുടങ്ങി. നമ്മൾ എപ്പോഴും ഈ കംഫർട്ട് സോണിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് ലേണിംഗ് ചെയ്യാണ്. അപ്പൊ ലേണിംഗ് ചെയ്യുമ്പോൾ ആ ട്രാക്കിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോത്ത് സോണിലെത്തും. അപ്പൊ നിങ്ങൾ ഇന്ന് തുടങ്ങേണ്ട മറ്റൊന്നാണ് ലേണിംഗ്. ഇതാണ് നമ്മളെ കോമ്പറ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിലോ അല്ലെങ്കിൽ ഇബ്രാഹിം സുബ്ഹാൻ നഴ്സിൽ എൻ്റെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതേപോലെ തന്നെ എന്തെങ്കിലും വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ. നമ്മൾ മനസ്സും ശരീരവും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിൽ ഏറ്റവും മെന്റൽ ഹെൽത്ത്, ഇപ്പൊ നമുക്ക് IAGs ഒക്കെ അതാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ക്ലാസ്സുകളിലും ഇത്തരം പിന്നെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കഴിയുന്നത്ര നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടുന്നതിന് ഉള്ള എന്തൊക്കെ അവസരങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, കഴിഞ്ഞെങ്കിൽ നമുക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചെയർമാൻ നമുക്കുണ്ട്. Our chairman, Dr. Riaz, to speak a few words of thanks. So, thank you. Thank you very much, Hamza Saib, for giving me this opportunity to thank the audience. First of all, I apologize everyone because I am not in a position for you to
trace me out because I'm in the car. I'm in my lower self is somewhat higher today because I'm in the car. I'm not in a position for you to just trace me out. Okay, right. It's okay. Thank you. വളരെ മനോഹരമായ സുന്ദരമായ ഒരു സെഷനാണ്. ഞാൻ ഏകദേശം ജോയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഏതാണ്ട് 70 മെമ്പേഴ്സ്, അതും 1 മണിക്കൂർ കഴിഞ്ഞു 10:47, അതായത് 27 മിനിറ്റ്സ് കൂടി കൂടുതൽ കവർ ചെയ്തിട്ടുള്ള IAGCയുടെ ഫസ്റ്റ് വെബിനാർ ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവസാനിക്കാറുണ്ട്. ഇത്രയും കൂടുതൽ ഡൗട്ട് ക്ലിയറൻസും സജഷൻസും ഒക്കെ വന്നിട്ടുള്ള മനോഹരമായ ഒരു സെഷൻ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് മിസ്റ്റർ ഇബ്രാഹിം സുബ്ഹാൻ സ്വാബിന് സാധിച്ചു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ബിക്കോസ് കുട്ടികളെല്ലാവരും വളരെ മോട്ടിവേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളിപ്പോ പിന്നെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. ഈ സ്ത്രീകൾക്ക് ലോവർ സെൽഫ് കുറച്ച് കൂടുതലായിരിക്കുമോ പുരുഷന്മാരെക്കാളും? ചോദിക്കട്ടെ. യെസ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്. ഞാൻ മറ്റൊരു ഒരു പിന്നെ ഒരു പ്രോവർബിനെ കൂട്ടിയിണക്കാൻ ആഗ്രഹിക്കുകയാണ്. റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ് എന്ന ഒരു മനോഹരമായ ഒരു പ്രോവർബ് ഉണ്ട്. ഉരുണ്ടുകൊണ്ടിരിക്കുന്ന കല്ലിൽ പായല് പിടിക്കൂലെന്ന്. അപ്പൊ ഈ അനങ്ങാതിരിക്കുമ്പോൾ, ബ്രെയിൻ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ, തോട്ട് പ്രോസസ് ക്ലിയർ അല്ലാതിരിക്കുമ്പോൾ, നമ്മൾ ലേസിനെസ്സിലായിരിക്കുമ്പോഴാണ് ഈ ലോവർ സെൽഫ് കൂടുതൽ മുന്നോട്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ലേഡീസ് ആണ് ഉള്ളത്. ലേഡീസ് എംപവേർഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അവരെല്ലാവരുടെയും ലോവർ സെൽഫിനെ താത്തിയിട്ട് ഹയർ സെൽഫിനെ കൂട്ടാനായിട്ട് ഈ സെഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം റിയലി ഹാപ്പി ടു ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് all the aspirants and participants of this program. At the same time, മിസ്റ്റർ ഇബ്രാഹിം സുബ്ഹാൻ സാഹിബ് അദ്ദേഹത്തിന് ഹൃദയംഗമമായ ഭാഷയിൽ IAGCക്ക് വേണ്ടിയിട്ട് നന്ദി പിന്നെ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് IAGCക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രിയപ്പെട്ട ഹസീന മാം ആണ്. മാമിനും പ്രത്യേകം താങ്ക്സ് കൊടുക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ IAGC GCC കോർഡിനേറ്റർ നാസിയ മാമിനും പ്രത്യേകം താങ്ക്സ് പറയുന്നു. അതുപോലെ പ്രോഗ്രാമിന്റെ പാട്രണേജ് IAGCയുടെ GCC പാട്രൺ പ്രൊഫസർ ഡോക്ടർ ഹംസകുട്ടി, അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടെ ഹൃദയംഗമമായി നന്ദി അർപ്പിക്കുകയാണ്. IAGCയുമായി ചേർന്ന് നിൽക്കുക, നെഞ്ചോട് ചേർത്ത് IAGC കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPDs കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ വലിയൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റിലേക്ക് എത്തിച്ചേരും. എന്ന് എപ്പോൾ എവിടെ ഒരു പ്രയാസം ഉണ്ടായാലും, മനസ്സിന് വിഷമം ഉണ്ടായാലും, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നിയാലും അവർക്ക് ഇന്ന് നമ്മുടെ മൊബൈൽ ICE നമ്പർ ഉണ്ട്, ഇൻ കേസ് ഓഫ് എമർജൻസി എന്നതുപോലെ IAGC എന്ന ഒരു നമ്പർ ഇന്ന് കേരളത്തിലുള്ള മലയാളികളുടെ മുഴുവനും, ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ട് അവരുടെയൊക്കെ മൊബൈലില് IAGC എന്ന ഒരു നമ്പർ വന്നു ചേരാൻ അധികം താമസമൊന്നും ഉണ്ടാവില്ല എന്നതാണ് നമ്മുടെ വിഷൻ. അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ്സിലേക്കും റീജിയണൽ ലാംഗ്വേജിലേക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളും അതിന്റെ നിയമപരമായ പിന്നെ മറ്റു പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുക. ഡോക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ്, മെഡിക്കൽ ഡോക്ടേഴ്സ് എല്ലാ മേഖലയിലും പെട്ടവർ, MBBS, BAMS, BHMS, BNYS, BSMS, ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അറ്റ് ദ സെയിം ടൈം സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, സൈക്യാട്രിക് നഴ്സസ്, സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ്, മെന്റേഴ്സ്, ട്രെയിനേഴ്സ്, ലൈഫ് കോച്ചസ്, പ്രൂവൻ ട്രാക്ക് റെക്കോർഡുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, അഡ്വക്കേറ്റ്സ്, ഇങ്ങനെ ഒരു വാക്കുണ്ടെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തു കൊടുക്കാൻ, ഒരു വാക്കുകൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റുന്ന ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മേഖലയിലുള്ള എല്ലാവരുടെയും കൂടി മനോഹരമായ ഒരു കൂട്ടായ്മയാണ് IAGC. IAGCക്ക് എല്ലാ തരത്തിലുള്ള മേഖലകളിലേക്കും ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന പ്രൊഫഷണൽസിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഇവിടെ ഇത് തെളിയിക്കുകയാണ്. ഇതുപോലുള്ള ക്ലാസ്സസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. മനോഹരമായ ഒരു സെഷനാണ് ഇന്ന് മിസ്റ്റർ ഇബ്രാഹിം സുബ്ഹാൻ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച നമുക്ക് ട്രെയിനേഴ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മുടെ സെഷൻസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ. എല്ലാവരുടെയും സമയം നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. ആരുടെയും ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിട്ട് IAGC ഇപ്പൊ മാറിയിട്ടില്ല, പക്ഷെ അധികം താമസിയാതെ അത് മാറുകയും ചെയ്യും. നെക്സ്റ്റ് ട്യൂസ്ഡേ ഇതേ സമയം 9:30 മണിക്ക് നമുക്ക് മലപ്പുറം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റും വളരെ അറിയപ്പെട്ട ഒരു ലൈഫ് കോച്ചുമായ രതീഷ് മാഷ്, അദ്ദേഹത്തിന്റെ പിന്നെ പവർ ഓഫ് തോട്ട്സ് എന്നൊരു സബ്ജക്റ്റ് ആണ് അടുത്ത ചൊവ്വാഴ്ച വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ സബ്ജക്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലോ അതിൽ കിട്ടുന്നുണ്ട്. ഇബ്രാഹിം സുബ്ഹാൻ സാഹിബിന്റെ ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അടുത്ത ലെവലിലേക്ക് പറ്റുന്ന മറ്റു പലായിക്കൊണ്ടത് മാറുമെന്നാണ്. നമുക്കിങ്ങനെ സെയിൽ ചെയ്യാം.
തീരം തൊട്ട് തീരത്തേക്ക് മനോഹരമായി നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ ടോപ്പിക്കുകളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. തിയററ്റിക്കൽ ലെവലിൽ നിന്ന് കിട്ടുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, പഠിക്കുന്ന സബ്ജക്ട്സ് നിന്ന് കിട്ടുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ള ട്രെയിനിങ് വെബിനാർ പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് പരമാവധി ഇതിനൊക്കെ പ്രയോജനപ്പെടുത്തുക, ഉപകാരപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ 14th അതുകൂടെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുണ്ട്. 14th നടക്കാൻ പോകുന്ന IGCയുടെ വെബിനാർ അഡ്വക്കേറ്റ് രേണുക LLM ആണ്. അവരാണ് നമുക്ക് ആ പ്രോഗ്രാം ആ വെബിനാർ നമുക്ക് കണ്ടക്ട് ചെയ്ത് തരുന്നത്. ആൻ ഇൻസൈറ്റ് ടു പോക്സോ ആക്ട്. പോക്സോ ആക്ട് എന്താണ്, കുട്ടികളെ പോക്സോ സെക്ഷൽ അബ്യൂസിനൊക്കെ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസസ് ഒക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്, സൊസൈറ്റി എന്താ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ നിയമപരമായ സാധ്യതകളും എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ 14th വരുന്നുണ്ട്. അപ്പോൾ വരുന്ന 3 ആഴ്ചകളും ഇനി ഞങ്ങൾ എൻഗേജ്ഡ് ആണ്. ചൊവ്വാഴ്ചകൾ 9:30 to 10:30 ഇന്ത്യൻ ടൈം, KSA ടൈം 7 o'clock to 8 o'clock. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. മനോഹരമായ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തെ ഹൃദയത്തിൽ തൊട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, താങ്ക്സ് പ്രത്യേകം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ആൻഡ് സ്വീറ്റ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു റിയാസ് സർ. താങ്ക് യു സോ മച്ച്. ബിഫോർ വൈൻഡിങ് അപ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതില് IAGC മെമ്പേഴ്സ് അല്ലാത്ത കുറെ കുട്ടികളുണ്ട്. നാസിയ മാമിന്റെ കുറെ കുട്ടികളുണ്ട്. അവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. അതേപോലെ IAGCയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐദർ നാസിയ മാമിന്, അവർ കോർഡിനേറ്റർ ആണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളെ എല്ലാ GCCയിലും നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ റിയാസ് സാർ ഉണ്ട്, അവിടെയും കോർഡിനേറ്റർ ഉണ്ട്. അവരാരെങ്കിലും നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് IAGC മെമ്പർ ആവാം. എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളും ടോപ്പിക്കുകളും പുതിയ പുതിയ ടോപ്പിക്കുകളുമായിട്ട് എല്ലാ മാസത്തിലും ആഴ്ചകളിലൊക്കെ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് അഗൈൻ വൺസ് അഗൈൻ. Ibrahim sir, thank you. Inshallah, we will meet with another good topic in another time. Again, Okay, sir. thank you. Thank you. Thank you. Thank you very much. Take care.